ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. മകളെ, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് എന്താണ് എന്ന് മനസ്സിലാക്കി ഏതൊക്കെ കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ടും പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്തു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഡയറക്റ്റ് ആയ ചോദ്യങ്ങളുണ്ട് പരീക്ഷയ്ക്ക്. എന്നിരുന്നാലും ഈ ഭാഗത്ത് പഠിച്ചതായ കാര്യങ്ങളെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിനകത്ത് ഇനിയും വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി വിലയിരുത്തി തന്നെ മുമ്പോട്ടേക്ക് പോകണം. ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യത്തിനകത്തും അത് വരുന്നുണ്ട്. ശരി, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം ഏതാ? ഡിവിസിബിലിറ്റി. ഡിവിസിബിലിറ്റി എന്ന് പറയുന്നതായ ഭാഗം കേവലം ഇവിടെ നിന്ന് ചോദിക്കപ്പെടുന്നതായിട്ടുള്ള ചോദ്യങ്ങളിലെ ഒരു മാർക്ക് നേടാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇവനും ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. അതായത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നതായ ഭാഗത്ത് പ്രൈം നമ്പറുകളെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡിനകത്ത് നമുക്ക് ഈ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് വേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് വരുന്ന ഫണ്ടമെന്റൽസ് ആകുന്ന ഭാഗത്തിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. LCM HCF പോലെയുള്ള പല ഭാഗങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇവന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻസ് ആകുന്ന ഭാഗത്തും എന്തുണ്ട്, ഇവന്റെ ആവശ്യം വരുന്നുണ്ട്. അഡ്വാൻസ്ഡ് വരുന്ന ഭാഗത്തും എന്തുണ്ട്, ഇവന്റെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ അത്രയേറെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ഒരു കാര്യം ആദ്യമേ മനസ്സിലാക്കി വെക്കാം. എന്താണ്? എൻ്റെ കയ്യിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ ആണോ? എൻ്റെ കയ്യിൽ ഇരിക്കുന്ന നമ്പറുകളുടെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ കയ്യിലൊരു നമ്പറുണ്ട്, ആ നമ്പറുകളുടെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, ഈ നമ്പർ എന്ന് പറയുന്ന ആളിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. അങ്ങനെ 0 കിട്ടുന്ന രീതിയിലുള്ള നമ്പറുകൾ ആരൊക്കെയാണോ ഇവനെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അവന്മാരെല്ലാം ആരാണ്? ഈ നമ്പറിന്റെ ഫാക്ടറുകളാണ് എന്ന് നമ്മൾ പറയും. ഈ ഒരു കാര്യം ബേസിക് ആയിട്ട് മൈൻഡിൽ വെക്കുക. ഓക്കെ, ഇനി എന്താ നമുക്ക് പറയണ്ടേ? അങ്ങനെ ഫാക്ടറുകളായി വരുന്ന നമ്പറുകളിൽ എല്ലായ്പ്പോഴും 1 എന്ന് പറയുന്നത് മസ്റ്റായിട്ടും ഉണ്ടാകും. ഇനി ആരുണ്ടാകും? നമ്പർ ഇറ്റ്സെൽഫ്. അതായത് ഈ രണ്ടുപേരും മസ്റ്റായിട്ട് അതിനകത്ത് ഉണ്ടാകും. ഏത് നമ്പറിനെയാണോ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത് ആ നമ്പറും 1ഉം എല്ലാ നമ്പറുകളിലും കൃത്യമായും ഫാക്ടറുകളായി വരും. ഇത് ഒഴികെ വേറെ ആരൊക്കെ എന്നുള്ളതാണ്. ഇവന്മാര് 2 പേരെ ഉള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ അവന്മാരെ നമ്മൾ വിളിക്കുന്ന പേര് പ്രൈം നമ്പറുകൾ എന്ന് പറഞ്ഞല്ലേ. ഇനി ഇതല്ലാതെ ഇനിയും ഫാക്ടറുകൾ ഉണ്ടെങ്കിൽ അവന്മാരെ നമ്മൾ എന്ത് വിളിക്കുമെന്നാ പറഞ്ഞേ? നമ്മൾ വിളിക്കും എന്തെന്ന് പറയും? കോമ്പോസിറ്റ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കുമെന്നാ പറഞ്ഞേ? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കുമെന്നാ പറഞ്ഞേ. അപ്പോൾ ഈ ഒരു ബേസിക് ഐഡിയ നിങ്ങളിൽ ഉണ്ടാകണം. ഇനി നമുക്ക് ഡിവിസിബിലിറ്റിക്കകത്ത് എന്താ പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന ആളിനെ വേണ്ട. നമുക്ക് 2ന്റെ ഡിവിസിബിലിറ്റി നോക്കാം. അതായത് ഒരു നമ്പറിനെ 2 കൊണ്ട് പറ്റുമോ ഇല്ലയോ. ഇനി 3 നോക്കണം, 4 നോക്കണം, അതുപോലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 6 നോക്കണം, 7 നോക്കണം, 8 നോക്കണം, 9 നോക്കണം, 10 നോക്കണം. 10 കഴിഞ്ഞാൽ കുറച്ച് ആളുകളെ പഠിച്ചാൽ മതി. 11, 13, 17, 19. മക്കളെ, ഇത്രയും ആളുകളെ നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ടും ഡിവൈഡ് ആകുന്ന കണ്ടീഷനുകൾ പഠിക്കണം. ഇവന്മാരെ കൊണ്ട് ഡിവിഷൻ നടക്കുന്ന പോസിബിലിറ്റീസ് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കിയാലോ? ഇതാ നോക്കിക്കോടെ, എളുപ്പമാണ്. ഒന്നാമത്തെ കാര്യം, ഡിവിസിബിൾ ബൈ 2 ആകുന്ന കണ്ടീഷൻ. ഏതാ ഡിവിസിബിൾ ബൈ 2 ആകുന്ന കണ്ടീഷൻ? തന്നിട്ടുള്ള നമ്പർ ഒരു ഈവൻ നമ്പർ ആണ് എന്നാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എൻ്റെ റിമൈൻഡർ 0 ആകും. ഇനി ആരെ ഈവൻ നമ്പർ? 2, 4, 6, 8, 0 ഇത്രയും ഡിജിറ്റുകളാകുന്നതിൽ ഏതെങ്കിലും ഒരാളിൽ അവസാനിക്കുന്ന ഒരു നമ്പർ. അതായത് എൻ്റെ കയ്യിലൊരു നമ്പർ ഉണ്ട്, ആ നമ്പർ അവസാനിക്കുന്നത് 2ലോ 4ലോ 6ലോ 8ലോ 0ലോ ആണെങ്കിൽ തന്നിട്ടുള്ള നമ്പർ ഈവൻ ആയിരിക്കും. ശരിയാണ്. അങ്ങനെയുള്ള നമ്പറുകളാണെങ്കിലാണ് ഡിവിസിബിൾ ബൈ 2 ആവുന്നത്. ഇനി എന്താ ഡിവിസിബിൾ ബൈ 3യുടെ കണ്ടീഷൻ? സം ഓഫ് ഡിജിറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. ഈ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഞാൻ പറയുക 1638. ഈ 1638ന്റെ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്തുള്ള 8 ഒരു ഡിജിറ്റാ, 3 ഒരു ഡിജിറ്റാ, 6 ഒരു ഡിജിറ്റാ, 1 ഒരു ഡിജിറ്റാ. എല്ലാം കൂടെ കൂട്ടാനാ പറയുന്നത്. 1 + 6 + 3 + 8. മക്കളെ, എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരൂടാ? 18. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരൂടാ? 18. ഇനി അവരെന്താ പറയുന്നത്? ഈ കൂട്ടി കിട്ടുന്നതായ വില എന്ന് പറയുന്നത്, മൂല്യം എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണോ? 3ന്റെ മൾട്ടിപ്പിൾ ചൊല്ലി നോക്കുമ്പോൾ നമുക്ക് 18, 3 × 6 18 വരുന്നുണ്ട്. അതായത് അതിനർത്ഥം എന്താ? ഈ പറയുന്ന 1, 6, 3, 8 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 ആണെന്ന അർത്ഥം. പിടികിട്ടിയോ? ആ ഒരു കാര്യവും മനസ്സിലായി. ഇനി നമുക്ക് എന്ത് വേണം? ഡിവിസിബിലിറ്റി ബൈ 4. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്താകണം? ഡിവിസിബിൾ ബൈ 4 ആകണം. അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം മക്കളെ. ഇതാ കേട്ടോണേ. 6, 7, 4, 2,
1 ഇവിടെ 6 എന്ന് എഴുതി ഞാൻ എന്നിരിക്കട്ടെ. ഇതൊരു വലിയ നമ്പറാണ്. എനിക്ക് 4 കൊണ്ട് ഇവൻ ഡിവിസിബിൾ ആണോ എന്നറിയാൻ മൊത്തമായിട്ട് ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. വേണ്ട, അവസാനിക്കുന്നതായ 2 ഡിജിറ്റുകൾ എന്ത് ചെയ്താൽ മതി, മാത്രം നോക്കിയാൽ മതി. 16. 16 എന്ന് പറയുന്നത് 4ന്റെ പട്ടിക ചൊല്ലുമ്പോൾ വരുന്നുണ്ടോ? ഉണ്ട്. എങ്കിൽ ഈ നമ്പർ എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. ദ ഗിവൺ നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ 4 എപ്പോ? വെൻ ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആർ ഡിവിസിബിൾ ബൈ 4. ലാസ്റ്റ് 2 ഡിജിറ്റുകൾ 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അവിടെ നിന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. 4ന്റെ പട്ടിക ചൊല്ലി നോക്കേ. 4ന്റെ പട്ടിക ചൊല്ലി നോക്കേ. ഞാൻ ഇവിടെ ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. 4ന്റെ പട്ടിക ചൊല്ലേ 4, 8, 12, 16, 20, 24, 28 ഇങ്ങനെ പോവുക. എടാ, 4നും ഒരു പ്രത്യേകതയുണ്ട്. 4ന്റെ ടേബിളിൽ വരുന്ന എല്ലാ നമ്പറുകളും ആര് തന്നെയാ? ഈവൻ നമ്പറുകളാണ്. ശരിയാണോ? ഇങ്ങനെ ഈവൻ ആകുന്ന നമ്പറുകളുടെ കൂട്ടത്തിൽ ആര് കൂടി വരുന്നുണ്ട്? 100 കൂടി വരുന്നുണ്ട്. അതിനർത്ഥം എന്താണെന്നറിയാവോ? വെറുതെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്താകണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാകണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തരുന്ന കണ്ടീഷനിൽ 6, 7, 4, 2, 0, 0 എന്നാണ് എൻഡ് ചെയ്യുന്നതെങ്കിലോ, അപ്പൊ അവിടെ 2 എണ്ണം 0 അല്ലേ? 4 കൊണ്ട് പറ്റൂല്ലയോ എന്നുള്ള സംശയം ഉണ്ടാകും. അവിടെ നിങ്ങൾ ഒരു സംശയവും ഇല്ലാതെ ആൻസർ പറയണം. 100 എന്ന് പറയുന്നത്, 100 എന്ന് പറയുന്നത് മക്കളെ, 100 എന്ന് പറയുന്നത് 4ന്റെ ടേബിളിൽ വരുന്ന ഒരു നമ്പറാണ്. ആണോ? അതായത് അവിടെ 100ന് അവസാനം 2 പൂജ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 100 വരുന്നെങ്കിൽ 200 വരും, 300 വരും, 400 വരും. ഒന്നുമില്ല, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 ആയാലും എന്താ പറഞ്ഞേ? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 4 ആകുന്നതോടൊപ്പം ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് സീറോകളായാലും എന്താണ്? കുഴപ്പമില്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകൾ അവസാനമുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ 2 സീറോയിലാണ് അവൻ അവസാനിക്കുന്നത്. 2 ആയാലും അതെന്ത് തന്നെ? ഡിവിസിബിൾ ബൈ 4 ആണ്. നമ്പേഴ്സ് എന്താകും? ഈവൻ ആകുന്ന കണ്ടീഷൻ ആകും. ഡൗട്ടുകളില്ലേ? അപ്പൊ ഡിവിസിബിലിറ്റി ബൈ 4 പഠിച്ചു. ഇനി 5ന്റെ കാര്യത്തിനകത്തേക്ക് വരുമ്പോൾ ഒറ്റ കാര്യം പറയേണ്ടതുള്ളൂ. എന്താ? നമ്പറുകൾ 0യിൽ അവസാനിക്കണം, അല്ലെങ്കിൽ 5ൽ അവസാനിക്കണം. അതായത് 10 എന്ന് പറയുന്ന ആള് ഡിവിസിബിൾ ബൈ 5 ആ. 25 എന്ന് പറയുന്ന ആള് ഡിവിസിബിൾ ബൈ 5 ആ. ഇവിടുത്തെ പ്രത്യേകത എന്താ? 10 എൻഡ് ചെയ്തത് 0യിലും 25 എൻഡ് ചെയ്തത് 5ലും. അതുകൊണ്ട് 0യിൽ എൻഡ് ചെയ്താലും 5ൽ എൻഡ് ചെയ്താലും ദാറ്റ് നമ്പർ എന്ന് പറയുന്നത് വിൽ ബി ഡിവിസിബിൾ ബൈ 5. ഓക്കെ ആണോ? ആ ഒരു കാര്യം കിട്ടി. ഇനി നമ്മൾ 2ന്റെ കണ്ടീഷൻ പറഞ്ഞു, നമ്പർ എന്തായിരിക്കും? ഈവൻ ആയിരിക്കും എന്ന് പറഞ്ഞു. 3യുടെ കണ്ടീഷൻ പറഞ്ഞു, സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിവിസിബിലിറ്റി ബൈ 6നകത്തേക്ക് വരുമ്പോൾ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അതോടൊപ്പം അത് 3 കൊണ്ടും ഡിവൈഡ് ആകും എന്നാണെങ്കിൽ അതെന്താകും? ഓട്ടോമാറ്റിക്കലി 6 കൊണ്ട് ഡിവൈഡ് ആകും. ഓക്കെ ആണോ? അതായത് 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യപ്പെടുന്ന ഒരു നമ്പർ, അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും റിമൈൻഡർ 0 വരുന്ന ഒരു നമ്പർ ഈസ് ഓട്ടോമാറ്റിക്കലി എന്താകൂടാ? ഡിവിസിബിൾ ബൈ 6 ആകും. അവിടെ ഒരു കണ്ടീഷൻ ഓപ്പൺ ആയി കിട്ടും. ഡിവിസിബിൾ ബൈ 6 ആകുന്ന കണ്ടീഷനിലും എല്ലാ നമ്പറുകളും ആരായിരിക്കും? ഈവൻ ആകുന്ന നമ്പർ ആയിരിക്കും. പറഞ്ഞു നോക്കെ. 6, 12, 18, 24, 36 കണ്ടോടാ? എണ്ണി വരുമ്പോഴത്തേക്ക് എല്ലാം നമുക്ക് എന്ത് തന്നെ വരുന്നേ? അവിടെ നമുക്ക് ഈവൻ ആകുന്ന നമ്പറുകൾ തന്നെ വരുന്നത്. ശരിയാണോ? ആണ്. ഇനി ഞാനിവിടെ 7 എന്ത് ചെയ്തിട്ടില്ല? ആഡ് ചെയ്തിട്ടില്ല. 7 നമുക്ക് പറയാം. അവിടെ നമുക്ക് ഇനി ബാക്കിയുള്ളതിലേക്ക് പോകാം. 8ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെ വരും? മക്കളെ, 4ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ പറഞ്ഞപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ്സിനെ നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞതെങ്കിൽ 8ന്റെ ഡിവിസിബിലിറ്റിയിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സിനെ നോക്കണം. എന്ത് ചെയ്യണോടാ? 3 ഡിജിറ്റ്സുകളെ നോക്കണം. ഇപ്പോൾ ഞാനൊരു നമ്പർ പറയാവേ. 6, 7, 4, 7, 1, 2, 0. എന്താ പറഞ്ഞേ? 6, 7, 4, 7, 1, 2, 0. ഇവിടുത്തെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 120 ആണ്. ഈ 120 എന്ന് പറയുന്ന ആള് ഡിവിസിബിൾ ബൈ 8 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? 120 ഡിവൈഡഡ് ബൈ 8 നോക്കടാ. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? റിമൈൻഡർ എന്ന് പറയുന്നത് 0 വരും. റിമൈൻഡർ 0 വന്നതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 8. 120 ഡിവിസിബിൾ ബൈ 8 ആണെങ്കിൽ 6, 7, 4, 7, 1, 2, 0 എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 8 ആയിരിക്കും. ഓക്കെ ആണ്. ഇവിടെയും നമുക്കൊരു കാര്യം ഓർക്കണം. 8ന്റെ പട്ടിക പറയുമ്പോൾ 8, 16, 24, 32, 40 ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയും നമ്പറുകൾ എല്ലാവരും തന്നെ ആരാണ്? ഈവൻ. മക്കളെ, ഈ ഒരു കണ്ടീഷൻ നോക്കി വെച്ചേക്കണം. ഈവൻ മാത്രമാകുന്ന കണ്ടീഷനുകളാണ് ഞാൻ ഈ എഴുതി പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ച് വേണേ പോകാൻ. ഇനി നമ്മൾ എന്താ പറഞ്ഞേ? ഇവിടെ ഡിവിസിബിൾ ബൈ 3 പറഞ്ഞപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് എന്തായാൽ മതിയായിരുന്നു? മൾട്ടിപ്പിൾ ഓഫ് 3 ആയാൽ മതിയായിരുന്നു. ഇവിടെ ഡിവിസിബിൾ ബൈ 9 ആകണമെങ്കിൽ സം ഓഫ്
ഡിജിറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് 9 ആകണം. ഇതേ നമ്പറിനെ നോക്കണം, 1638. ഇവൻ എന്താണ് 1638 കൂട്ടുമ്പോൾ എത്ര വരും? 18 വരും സം ഓഫ് ഡിജിറ്റ്സ്. ഈ 18 3 കൊണ്ട് പറ്റും, ശരിയാ, അതുകൊണ്ട് ഡിവിസിബിൾ ബൈ 3 ആണെന്ന് പറഞ്ഞു. ഈ 18നെ 9 കൊണ്ടും പറ്റുമല്ലോ. 18 9ന്റെ പട്ടികയിലും ഉണ്ടല്ലോ. 9 into 2 is 18. അതുകൊണ്ട് 1638 is also divisible by എന്തായിരിക്കും? 9 കൂടി ആയിരിക്കണം. അതായത് നമുക്ക് എന്ത് മതി? ഡിവിസിബിലിറ്റി ബൈ 9 ആണോ എന്ന് മാത്രം നോക്കിയത്. 9 ആണ്. കാര്യം എന്താ? സം ഓഫ് ഡിജിറ്റ്സ് 18 വരുന്നത്. 18 9ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് അങ്ങനെ പറ്റും. ഇനി ഡിവിസിബിൾ ബൈ 10 ആണെങ്കിലുള്ള കണ്ടീഷനോ എന്താ? 0യിൽ അവസാനിക്കുന്ന ഏത് നമ്പറുകൾക്കും നമുക്ക് എന്ത് പറയാം? അത് ഡിവിസിബിൾ ബൈ 10 ആണെന്ന് പറയാം. ഇപ്പോൾ ഞാൻ എഴുതുക 2 5 2 0. ഇവൻ എന്താണ് മക്കളെ? 0യിലായി എൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഡിവിസിബിൾ ബൈ 10. ഡൗട്ടൊന്നുമില്ലേ? അപ്പോൾ നമുക്ക് 2 മുതൽ നമ്മൾ എവിടെ വരെ പഠിച്ചു? 7 ഒഴികെ 2 മുതൽ 10 വരെ പഠിച്ചു. ഡൗട്ടില്ലല്ലോ, വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ആരെയൊക്കെ നോക്കാം? ഇനി നമുക്ക് 11 എന്ന് പറയുന്ന ആളിനെ നോക്കണം. ഞാൻ 7 ഇപ്പോഴും പറയാത്തതിന്റെ കാരണം നിങ്ങൾക്ക് ഇനി മനസ്സിലാവും. കൃത്യമായിട്ട് പാറ്റേൺ ചെയ്തിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 11ന്റെ ഡിവിസിബിലിറ്റി നമുക്ക് എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിഫറൻസ് ഓഫ് ഓൾട്ടർനേറ്റ് സംസ്. എന്താ പറഞ്ഞേ? ഡിഫറൻസ് ഓഫ് ഓൾട്ടർനേറ്റ് സംസ്. അതായത് ഓൾട്ടർനേറ്റ് ആകുന്ന നമ്പറുകളെ എടുക്കുന്നു, അവയെ സമ്മ് ചെയ്യുന്നു, എന്നിട്ട് അവയുടെ ഡിഫറൻസ് എടുക്കുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡിവിസിബിലിറ്റി ബൈ 11 എന്ന് പറയുന്നത്. എന്താണെന്ന് ഇതാ വ്യക്തമാക്കി തരാം മക്കളെ. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് ഇതാണ്, ABCDEFGH. എത്ര ഡിജിറ്റുകളുണ്ട്? 3 6 8. ഒരു 8 ഡിജിറ്റ് ഉള്ള ഒരു നമ്പറാണ് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ തന്നേക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ ആണ്. ഇവിടെ ഓൾട്ടർനേറ്റ് ഡിജിറ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ഈ നമ്പർ കഴിഞ്ഞാൽ ഇതായിരിക്കും ഒന്നിടവിട്ടുള്ള നമ്പറുകൾ എന്ന് അർത്ഥം. ഈ നമ്പർ കഴിഞ്ഞാൽ ഇനി ആരെ എടുക്കണം? ഈ നമ്പറിനെ എടുക്കണം, സി കഴിഞ്ഞാൽ ആരെ എടുക്കണം? ഓൾട്ടർനേറ്റ് സ്ഥാനം ഇ. ഇത് കഴിഞ്ഞാൽ ആരെ എടുക്കണം? ജി. കണ്ടോടാ, ഈ നമ്പർ കഴിഞ്ഞ് ഇനി ഒരു നമ്പർ എടുക്കാനില്ല. അപ്പൊ അവിടെ കൊണ്ട് നിർത്ത്. എന്നിട്ട് എന്ത് ചെയ്യണം? ACEG ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. A+C+E+G. കണ്ടോ, ഒരു ആൾട്ടർനേറ്റ് സം എനിക്കിപ്പോൾ കിട്ടി. ഇനി എന്താ ഉള്ളത്? ഇനി അടുത്ത ഓൾട്ടർനേറ്റ് സം അവിടെ ഉണ്ട്. അതാരൊക്കെയാ? എടുക്കാതെ വെച്ചവന്മാർ ആരൊക്കെയാ? ബിയും ഡിയും എഫും എച്ചും. ഇത് ഇത്രയും കൂടെ കൂട്ടണം. BDFH. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഒരു സമ്മ് കിട്ടി, ഇവിടെ ഒരു സമ്മ് കിട്ടി. രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് എടുക്കുക. എന്താ ഞാൻ പറഞ്ഞേ? നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താ? ഡിഫറൻസ് ഓഫ് എന്ത്? ഓൾട്ടർനേറ്റ് സമ്മുകൾ എന്നല്ലേ പറഞ്ഞേ? താണ്ടെ ഓൾട്ടർനേറ്റ് സമ്മുകൾ 2 എണ്ണം കിട്ടി. അവന്മാരുടെ ഡിഫറൻസ് എടുക്കണം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ ഒന്നുകിൽ ആൻസർ 0 വരണം, അല്ലെങ്കിൽ എന്ത് വരണം മക്കളെ? ഒരു മൾട്ടിപ്പിൾ ഓഫ് 11 വരണം. ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ എന്ത് വരണോടാ? ഒരു മൾട്ടിപ്പിൾ ഓഫ് 11 വരണം. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? എങ്കിൽ ഞാനൊരു എക്സാമ്പിൾ തരാം. ചുമ്മാ ചെക്ക് ചെയ്യാൻ വേണ്ടി റാൻഡം ആയിട്ടൊരു എക്സാമ്പിൾ തരാം. ഞാൻ പറയാം 6 7 2 1 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 11 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഓൾട്ടർനേറ്റ് പൊസിഷനുകൾ എന്ന് പറയുന്നത് ദാണ്ട് ഇവിടെ ഒന്നുകിൽ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങിയാലും ഓൾട്ടർനേറ്റ് പൊസിഷൻ അത്രയേ ഉള്ളൂ. 6 കഴിഞ്ഞാൽ ഇപ്പോൾ എടുക്കേണ്ടത് ആരാ? 2. 6 2 കൂടെ എത്ര വരും മക്കളെ? 8. 7 1 ദാണ്ട് ഇത് 2 കൂടെ കൂട്ടണം. അപ്പോൾ 6 + 2 എടുത്തു, 7 + 1 എടുത്തു. അപ്പോൾ എൻ്റെ ആൻസർ എത്ര വരും? 8 - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണോ? എൻ്റെ നമ്പർ എന്ത് വന്നു? ഞാൻ 2 ഓൾട്ടർനേറ്റ് സമ്മുകളുടെയും ഡിഫറൻസ് എടുത്തപ്പോൾ എന്ത് വന്നു? 0 എന്ന് വന്നു. അതിനർത്ഥം എന്താ? അതിനർത്ഥം തന്നിട്ടുള്ള നമ്പർ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11. അതായത് 6 7 2 1 എന്ന് പറയുന്നത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യയാണ്. ഐഡിയ കിട്ടിയേ? ഓക്കെ അല്ലേ? അപ്പോൾ ഓൾട്ടർനേറ്റ് സമ്മുകളുടെ ഡിഫറൻസ് എടുത്താൽ 11ന്റെ കാര്യം തീരുമാനമായി. ഇനി നമുക്ക് എന്ത് വേണം? താണ്ടെ ഡിവിസിബിലിറ്റി ഓഫ് 7ഉം അതുപോലെ ഡിവിസിബിലിറ്റി ഓഫ് 19ഉം ഒരുമിച്ച് പഠിക്കണം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേർക്കും ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കോമ്പിനേഷനിൽ പഠിക്കാൻ പറഞ്ഞത്. എന്താ കാര്യം നോക്കിക്കോണേ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു നമ്പർ തരാൻ പോവുകയാണ്, 161. എന്താ നമ്പർ? 161. ഈ 161 എന്ന് പറയുന്നത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണോ അല്ലയോ എന്ന് ഞാൻ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എന്താ ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോണേ. 161 ഞാൻ എഴുതി. എന്നിട്ട് ഞാൻ ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? യൂണിറ്റ് ഡിജിറ്റ് മാറ്റിയിട്. അതാണ്ട് യൂണിറ്റ് ഡിജിറ്റ് മാറ്റി. യൂണിറ്റ് ഡിജിറ്റ് മാത്രമേ മാറ്റാവൂ. ഇവിടെ അവശേഷിക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, അത് എത്രയാ മക്കളെ? 16. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ യൂണിറ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. യൂണിറ്റ് ഡിജിറ്റിലെ 2 എന്ത് ചെയ്യണം? യൂണിറ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എൻ്റെ ആൻസർ എത്ര വരും? 2. ഇവിടെ എത്ര ഉണ്ട് മക്കളെ? 16. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇത് 2ഉം കൂടെ കുറയ്ക്കണം. 16ൽ നിന്ന് 2 കുറയ്ക്കണം, സബ്സ്ട്രാക്ട് ചെയ്യണം. 16ൽ നിന്ന് 2 കുറച്ച എൻ്റെ ആൻസർ എത്ര വരും? 14 വരും. ഈ 14 എന്ന് പറയുന്ന ആള് എന്താണ്? ഒരു
മൾട്ടിപ്പിൾ ഓഫ് 7 ആണോ? ആണ്. മൾട്ടിപ്പിൾ ഓഫ് 7 ആണെങ്കിൽ 161 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ ആരായിരിക്കും? ഇവിടെ ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. ഓക്കെ ആണ്. വേറൊരു നമ്പർ ചെക്ക് ചെയ്യാം. 147. നെക്സ്റ്റ് നമ്പർ ഇസ് 147. എന്ത് ചെയ്തു? യൂണിറ്റ് ഡിജിറ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 14. തങ്ങളിൽ കുറയ്ക്കുക. 14 മൈനസ് 14. ആൻസർ 0 വന്ന 0 എന്ന് വന്നെങ്കിൽ അവനും എന്തായിരിക്കും? 147 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 7. അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 വരണം. വന്നാൽ തന്നിരിക്കുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണ്. ഇത് ഐഡിയ. ഇതേപോലെ തന്നെ 19ലേക്കാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സബ്സ്ട്രാക്ട്, ഇവിടെ സബ്സ്ട്രാക്ട് ആണ് ചെയ്തതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? ഇപ്പം ഞാൻ പറയാ 361. ഓക്കെ ആണ്. ഞാനിവിടെ എന്ത് ചെയ്യണം? യൂണിറ്റ് ഡിജിറ്റ് മാറ്റിയിടണം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? യൂണിറ്റ് ഡിജിറ്റിനെ 2 കൊണ്ട്. അപ്പോൾ എത്ര വരും മക്കളെ? ഇവിടെ 36 ഉണ്ട്, ഇവിടെ എത്ര ഉള്ള 2. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? ഞാൻ ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം മക്കളെ? ആഡ് ചെയ്യണം. ഇവിടെ കുറച്ചു. 7 ആണെങ്കിൽ കുറയ്ക്കണം, 19 ആണെങ്കിൽ കൂട്ടണം. 7 ആണെങ്കിൽ കുറയ്ക്കണം, 19 ആണെങ്കിൽ കൂട്ടണം. കൂട്ടിയാൽ എൻ്റെ ആൻസർ എത്ര വരും? 38. 38 എന്ന് പറയുന്നത് 19ന്റെ ഗുണിതത്തിനകത്തുണ്ടോ? 39 എന്ന് പറയുന്നത് 19ന്റെ ഗുണിതത്തിലുണ്ടോ? ഉണ്ട്. 39 എന്ന് പറയുന്നത് 19ന്റെ ഗുണിതത്തിലുണ്ട്. അതായത് നമുക്ക് കൂട്ടുമ്പോൾ ഒരു മൾട്ടിപ്പിൾ ഓഫ് 19 ആകുന്ന ഉത്തരമാണ് വരുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ഡിവിസിബിൾ ബൈ 19. ദാറ്റ് ഈസ് 361 ഡിവിസിബിൾ ബൈ 19. ഐഡിയ കിട്ടിയേ? ഓക്കെ. ഇനി അടുത്തത് നമുക്ക് 13 എന്ത് ചെയ്യണം? 17 പഠിക്കണം. മക്കളെ 13 ആണെങ്കിൽ 4 കൊണ്ട് ഗുണിക്കണം. 17 ആണെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. ഏത് സ്ഥാനത്ത്? യൂണിറ്റ് ഡിജിറ്റിൽ. ഒരു നമ്പർ ഞാനിപ്പോൾ തരാം. 13 ആകുന്നത് കൊണ്ട് ഞാനിപ്പോൾ പറയാം 13 ഒരു 170 വേണ്ട, 170 വേണ്ട, അതിലും താഴെ പിടിക്കാം. ഒരു 143 എടുത്തോടാ. ഒരു 143 എടുത്തു. 143 ആകുമ്പോൾ ഇവൻ ഡിവിസിബിൾ ബൈ 13 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അവിടെ ഞാൻ എന്താ പറഞ്ഞത്? യൂണിറ്റ് ഡിജിറ്റിനെ 4 കൊണ്ട് ഗുണിക്കുക. 3 എത്ര വരും മക്കളെ? 12. ഇവിടെ എത്ര ഉള്ള മക്കളെ? 14. കണ്ടോ? ഇവിടെ റിമൈനിങ് നമ്പർ എത്രയാ? 14. ഇത് രണ്ടും കൂടെ കൂട്ടണം. കണ്ടോ? ഇത് രണ്ടും കൂടെ കൂട്ടണം. കൂട്ടിയാൽ എന്ത് വരും ഇവിടെ? ഇതിന്റെ ആൻസർ 26 എന്ന് വരും. 26 എന്ന് പറയുന്നത് എന്താണ്? ഒരു മൾട്ടിപ്പിൾ ഓഫ് 13 ആണോ? ആണ്. അതുകൊണ്ട് 143 ഡിവിസിബിൾ ബൈ 13. കണ്ടോ? ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അത് തന്നെ ഇവിടേക്ക് വാ. ഞാൻ 289 എടുത്തു എന്ന് വിചാരിക്കുക. അതാണ്ട് എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് ഡിജിറ്റിനെ എനിക്ക് എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 9 5 എത്ര വരും ഇവിടെ? 45. ഇനി ഇവിടെ എത്ര ഉണ്ട് മക്കളെ? 28. ഓക്കെ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇത് തങ്ങളിൽ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും വലുതിന്ന് ചെറുത് കുറച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും ഇവിടെ? ഈ 45 നിന്ന് 28 പോയാൽ എത്ര വരും? 28 പോയാൽ എത്ര വരും? 15 8 8 7 15. 3 2 പോയാൽ 1. ആൻസർ എന്ത് വന്നു? 17 വന്നു. അതായത് കുറയ്ക്കുന്ന സമയത്ത് നമുക്കൊരു മൾട്ടിപ്പിൾ ഓഫ് 17 അല്ലെങ്കിൽ 0 വരുന്ന കണ്ടീഷനുകളും ഉണ്ട്. എന്തായാലും ഒരു മൾട്ടിപ്പിൾ ഓഫ് 17 ആണോ വരുന്നത്? ആണെങ്കിൽ അതെന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 17 ആയിരിക്കും. ഈ ഐഡിയ കിട്ടിയോ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒന്നുകൂടെ ഒന്ന് പറയണം. എന്താ പറയണ്ടേ? 11ന്റെ എന്താണ് ഡിഫറൻസ് ഓഫ് ഓൾട്ടർനേറ്റ് സം? അത് കഴിഞ്ഞ് വേണം നമുക്ക് പറയാൻ. മക്കളെ 13 എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് ഡിജിറ്റ് എടുത്തു. അവിടെ നമ്മൾ എത്ര കൊണ്ട്? 4 കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? 2 കൂടി കൂട്ടി. ഇനി തിരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അടുത്തത് നമ്മൾ 17 എടുത്തു. 17ന്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചു? 17 ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റിനെ 5 കൊണ്ട് ഗുണിച്ചു. റിമൈനിങ് ആകുന്ന നമ്പറും ഈ യൂണിറ്റ് ഡിജിറ്റൂടെ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ ആണ്. ഇനി നമുക്ക് അടുത്ത താരമുള്ള 19 ആണെങ്കിലോ, ഡിവിസിബിൾ ബൈ 19 ആകുന്ന കണ്ടീഷൻ ആണെങ്കിലോ, യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന നമ്പർ ഒഴികെ ഇവിടെ റിമൈനിങ് ഉണ്ട്. ഇവനെ ഇവിടെ കൊണ്ട് കുറയ്ക്കണം, കൂട്ടണം. ഇവിടെ ഏത് കൊണ്ടാ, അല്ലെങ്കിൽ ഈ യൂണിറ്റ് ഡിജിറ്റിനെ എത്ര കൊണ്ട് ഗുണിച്ചിട്ടാ കൂട്ടണ്ടേ? ഇവിടെ 2 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടണം. ഓക്കെ ആണോ? ഈ 2 കൊണ്ട് ഗുണിച്ചിട്ട് കുറച്ചാലോ അത് 7ന്റെ ഡിവിസിബിലിറ്റിയിൽ പോകും. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിവിസിബിലിറ്റി പ്രോബ്ലംസിനകത്തേക്ക് കടന്നു ചെല്ലാം. ഐഡിയ കിട്ടിയോ? എന്താണ് ഡിവിസിബിലിറ്റി ആകുന്ന കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞതാകുന്ന കാര്യങ്ങൾ എന്ന് പിടികിട്ടിയോ? ഇനി നമുക്ക് പ്രോബ്ലങ്ങൾ ചെയ്യാം. എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് പ്രയോജനപ്പെട്ട് വരുന്നത് എന്ന് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ചെയ്ത് മുമ്പോട്ട് പോകണം. ഓക്കെ അല്ലേടാ? എൻ്റെ അടുത്ത് ക്ലാസ്സിലെ കുട്ടികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, സാർ എനിക്കൊരു ബേസ് ഇല്ല, ഞാൻ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? ഇതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, NCERT പാഠപുസ്തകങ്ങൾ. എന്തുകൊണ്ടാണ് NCERT നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഫൗണ്ടേഷൻ ആവണമെന്ന് പറയുന്നത്? ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് NCERT നിന്നാണ്.
അതുപോലെ തന്നെ NCERT ആയിരിക്കണം നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കൊച്ചു കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുകൊണ്ട് തന്നെയാണ് സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി ഡീകോഡിംഗ് NCERT സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT പാഠപുസ്തകങ്ങൾ ഡീകോഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഓരോ വിഷയങ്ങൾക്കും ഏതൊക്കെ NCERTയിലെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത് എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് PDF നമ്മൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും NCERT വായിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റും. മകളെ നോക്കേടാ, ഇനി നമുക്ക് ഡിവിസിബിലിറ്റിയുടെ പ്രോബ്ലങ്ങൾ ഒന്നൊന്നായിട്ട് ചെയ്യാം. മകളെ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന ഒരു ചോദ്യമാണ്. എടാ ഇത് ഏത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണെന്ന് നോക്കേ, NTPCക്ക് ചോദിച്ച ചോദ്യമാണ് 2021. കണ്ടോ, ബേസിക് ആകുന്ന കാര്യങ്ങൾ പോലും NTPCയിൽ പരിഗണിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ചെറുതാണെന്ന കാര്യം കൊണ്ട് നമ്മൾ ഒന്നിനെയും തള്ളിക്കളയരുത്. വളരെ ബേസിക് ആയ കാര്യങ്ങളാണെങ്കിൽ പോലും അവൻ നമുക്ക് ഉറപ്പായും പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുന്നവനായിരിക്കും എന്ന ധാരണയോട് കൂടി പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ, മനസ്സിലാക്കിയെടുക്കാൻ. അതുകൊണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡിവിസിബിലിറ്റിയിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നത് വെച്ച് പഠിക്കാൻ പോവുക. അങ്ങനെ ഇവിടെ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു എക്സാമ്പിൾ പറയാം. 1678 ഇടത് ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആദ്യത്തെ നമ്പർ ആരാണ്? 1. രണ്ടാമത്തെ ഡിജിറ്റ് അല്ലെങ്കിൽ നമ്പർ ആരാണ്? 6. മൂന്നാമത്തെ താര 7, നാലാമത്തെ താര 8. ശരിയാണോ? ഇനി ഇവനെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? നമുക്കറിയാം ഒറ്റ, 10, 100, 1000, വൺസ്, ടെൻസ്, 100, 1000 നമ്മൾ പഠിച്ചതാ. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും? ഇവനെ നമുക്ക് ഇങ്ങനെ കൂടി എഴുതാം, 1 × 1000 പ്ലസ്. ഇനി ആരാ ഉള്ളത്? 6 × 100 പ്ലസ്. ആരാ ഉള്ളത്? 7 × 10 പ്ലസ്. ഇവനെ എനിക്ക് എങ്ങനെ എഴുതാം? 8 × 1. എന്തോന്ന് എഴുതാം? 8 × 1. മക്കളെ അതായത് ഇതാണ് എന്ത്? 1000. ഇവിടെ എത്ര വരും? ഇവിടെ ഇതെത്ര വരും? ഇവിടെ 1000 വരും. ഇതെത്ര ആകൂടാ? 600 വരും. ഇതെത്ര ആകൂടാ? 70 വരും. ഇതെത്ര വരും മക്കളെ? 8. 1000ന്റെ കൂടെ 600 കൂട്ടിയാൽ 1600. 1600ന്റെ കൂടെ 70 കൂട്ടിയാൽ 1670. അതിൻ്റെ കൂടെ 8 കൂടെ ആകുമ്പോൾ 1678. ഈ രീതിയിലാണ് ഈ ഒരു നമ്പർ ഡെവലപ്പ് ആയിരിക്കുന്നത് എന്നർത്ഥം. ഇതുപോലെ തന്നെയാണ് ഈ ഒരു ചോദ്യം. എന്താ സംഭവിക്കുന്നത്? ABCDE എന്നിങ്ങനെയുള്ളതായ ഡിജിറ്റുകളുള്ള ഒരു നമ്പർ ഇടത് ഭാഗത്ത് നിന്ന് നോക്കണമെന്ന് അവർ പറയുന്നുണ്ട് ചോദ്യത്തിൽ. ABCDE 5 ഡിജിറ്റുള്ള ഈ നമ്പറിനെ ഈ താഴെ തന്നിരിക്കുന്ന ഏത് രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? ഡിവിസിബിലിറ്റിയുമായിട്ട് ഇവന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ കാര്യങ്ങൾ ഇത്രയേറെ ബേസിക് ലെവലിൽ നിന്ന് വരുമെന്ന് കാണിക്കാൻ ഒരു ചോദ്യം ഞാൻ ഇട്ടതാണ്. എന്താ ഇതിനകത്ത് എവിടെ നിന്നാണ് ചോദ്യം വരുന്നത്? ഒന്നുമില്ല. സ്ഥാനങ്ങൾ എണ്ണിയാൽ മതി. A × 1, 2, 3, 4 എത്ര വരൂടാ? 1, 2, 3, 4. ഇവിടെ നമ്മൾ ഈ 1, 2, 3, 4 അത്രയും പൂജ്യങ്ങൾ എഴുതി വെക്കുന്നതിന് പകരം 4 പവറായി വരുന്ന ഒരു 10നെ അവിടെ അങ്ങ് ഗുണിച്ചു വെച്ചാൽ പോരെ. എന്താ ഞാൻ പറഞ്ഞേ? 4 പവറാകുന്ന ഒരു 10നെ അവിടെ ഗുണിച്ചു വെച്ചാൽ പോരെ. അപ്പം തന്നെ ആൻസർ കിട്ടി. ഓപ്ഷൻ D ആണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം ആരൊക്കെ ഇനി വരുമെന്ന് നോക്കാമല്ലോ. പ്ലസ് B അവിടെ ഉണ്ട്. B കഴിഞ്ഞ് എത്ര സ്ഥാനങ്ങൾ? 1, 2, 3. അപ്പോൾ B × 10⁻3 പ്ലസ് ഇനി അവിടെ ആരുണ്ട്? C ഉണ്ട്. C കഴിഞ്ഞാൽ ദാണ്ടെ 1, 2. C × 10⁻2. 10⁻2 എന്ന് പറഞ്ഞാൽ 100 കേട്ടോ. പ്ലസ് ഇനി അവിടെ ആരാ ഉള്ള മക്കളെ? D ഉണ്ട്. D എന്ന് പറയുന്ന ആൾക്ക് അവിടെ എന്താ? ഒരു 10. D കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 10 മതി. പ്ലസ് ഇനി അവിടെ ആരുണ്ടടാ? E × 1. കണ്ടോ? ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ നമ്പർ ഡെവലപ്പ് ആകുന്നത്. ആ ഡെവലപ്പ് ആകുന്ന ഫോർമുലയാണ്, അല്ലെങ്കിൽ ആ ഡെവലപ്പ് ആയാൽ അത് എങ്ങനെ ഇരിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ D. ഓക്കെ ആണ്. ഒന്നാമത്തെ ചോദ്യം പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിനകത്തേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം നോക്കേ മക്കളെ, ഇത് ചോദിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ഡിയിലാണ്. എടാ ഇപ്പൊ നമ്മൾ കണ്ട ചോദ്യം വളരെ ബേസിക് ആയിട്ടുള്ള NTPCയിൽ ചോദിച്ച ചോദ്യമാണ്. ഇതും എന്താ ഡയറക്റ്റ് ഡിവിസിബിലിറ്റിയിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. ബേസിക് ഗ്രൂപ്പ് ഡിയിൽ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയും ചോദിക്കപ്പെടും, NTPCയിലും ചോദിക്കപ്പെടുമെന്ന് അർത്ഥം. ഓക്കെ ആണോ? ഇനി നമ്മൾ പഠിച്ച കാര്യം നോക്കാം. ഇഫ് എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 4, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? താഴെ തന്നിരിക്കുന്നതിൽ ശരി ഏതാ? ദ യൂണിറ്റ് പ്ലേസ് ഇൻ ദ നമ്പർ ഈസ് 0. യൂണിറ്റ് പ്ലേസ് 0 ആകണമെന്നാണോ പറഞ്ഞത്? അല്ല. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 ആകാം. ഇവിടെ അങ്ങനെ വരുന്നുണ്ടോ? ആ ഒരു അർത്ഥം ഇതിനുണ്ടോ? ഇല്ല. അതുകൊണ്ട് അതല്ല എന്തായാലും. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഇൻ ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 4. സം ഓഫ് ദ ഡിജിറ്റ്സ്, അതായത് തന്നിരിക്കുന്നതായ നമ്പറിന്റെ ഡിജിറ്റുകളുടെ സം. ഡിജിറ്റുകളുടെ സം എവിടേക്കാണ് വരുന്നത്? 3മായി ബന്ധപ്പെട്ട്, 6മായി ബന്ധപ്പെട്ട്, 9മായി ബന്ധപ്പെട്ട്. ഇതിലല്ലാതെ വേറെ എങ്ങും എന്ത് വരത്തില്ല? സം ഓഫ് ഡിജിറ്റ്സ് വരത്തില്ല. അതുകൊണ്ട് എന്തായാലും ഇതും അല്ല. ഇനി നോക്കേ, ദ നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ 2 and 4.
മക്കളെ 2 and 6 2ഉം 6ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നോ? ഇല്ല. അതുകൊണ്ട് ഇതുമല്ല. ഇനി എന്താ ഉള്ളേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയാം ഇനി ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ, ഇത് തന്നെ ആയിരിക്കും ആൻസർ. എന്നാലും ഒന്ന് കൺഫേം ചെയ്തു. എൻ്റെ നമ്പർ ഫോംഡ് ബൈ ഇറ്റ്സ് ലാസ്റ്റ് 2 digits ഈസ് ഡിവിസിബിൾ ബൈ 4. അവസാനത്തെ 2 ഡിജിറ്റുകൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ അത് 4 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ഒരു നമ്പർ ആയിരിക്കും തന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ശരിയല്ലേ? അപ്പം 4ാമത്തതാണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. കേട്ടോ, ബേസിക് ക്വസ്റ്റ്യനാണ്. ഓരോ കാര്യവും എന്തുകൊണ്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നത് പിടികിട്ടിയും. ശരി, അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോകാം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കേടാ. ഇവിടെ അവർ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 4 and 8. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അതുപോലെ 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ഓപ്ഷനിൽ 4 കൊണ്ട് പറ്റുന്ന ആളുകൾ ആരൊക്കെ ഉണ്ട് എന്ന് ആദ്യമേ കണ്ടുപിടിക്കുക. പിന്നെന്ത് ചെയ്യുക? ആ 4 കൊണ്ട് പറ്റാത്തവന്മാരെ മാറ്റിയേരെ. പിന്നെന്ത് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടെന്ന് നോക്കണം. ഇത് രണ്ടും പറ്റുന്ന ഒരേ ഒരു നമ്പർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും, അവനെ ഇനി എടുക്കുക. ഓക്കെ ആണോ? ഇതാ നോക്കിക്കോ, 4 കൊണ്ട് പറ്റുന്ന ആളുകളെ അറിയാൻ അവസാനത്തെ 2 ഡിജിറ്റുകൾ നോക്കിയാൽ മതി. ഓക്കെ ആണോ? 4ന്റെ പട്ടിക ചൊല്ലുമ്പോൾ 42 വരുന്നുണ്ടോ? 4ന്റെ പട്ടിക ചൊല്ലുമ്പോൾ 42 ഇല്ല. 42 അല്ലല്ലോ. 4ന്റെ പട്ടിക ചൊല്ലുമ്പോൾ 82 വരുന്നുണ്ടോ? ഇല്ല. 84 വരും. ഇവൻ വരുന്നുണ്ടോ? ഇല്ല. 4ന്റെ പട്ടിക ചൊല്ലുമ്പോൾ 42 വരുന്നുണ്ടോ? ഇല്ല. 4ന്റെ പട്ടിക ചൊല്ലുമ്പോൾ 24 വരുന്നുണ്ടോ? അതുകൊണ്ട് ഇവനെ നമുക്ക് പരിഗണിക്കാം. അവനെ അവിടെ ഇട്ടേരെ. ഇവൻ കൺഫേം ചെയ്യണം, ഇവനെ കൂടി കൺഫേം ചെയ്യണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റൂ. ലാസ്റ്റ് 2 digit ഇവിടെ 42 ഇല്ല, ഇവിടെ 42 ഇല്ല. അപ്പൊ ഇതും മാറി. 4 കൊണ്ട് പറ്റുന്ന ഒരേ ഒരു നമ്പറേ കൂട്ടത്തിലുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 4 കൊണ്ട് പറ്റുന്ന ഒരാളേ ഉള്ളൂ. 8 കൊണ്ട് പറ്റുന്ന ആളും അപ്പൊ ആര് തന്നെ ആയിരിക്കണം? ഇവൻ തന്നെ ആയിരിക്കണം. കണ്ടോ, സിമ്പിൾ ആയിട്ട് നമ്മൾ ആ ക്വസ്റ്റിനെ ക്രാക്ക് ചെയ്ത് കണ്ടോ. എടാ, ഡിവിസിബിൾ ബൈ 4 ബേസിക് ലെവലാണ് നമ്മൾ പറഞ്ഞത്. ബേസിക് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആ. ഇതും ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ച ചോദ്യമാണ്. NTPCയിൽ ആവർത്തിക്കാൻ ഉറപ്പായിട്ടും സാധ്യതയുള്ളതായിട്ട് ഉള്ള ഒരു ചോദ്യം. അത് നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ് അനുസരിച്ചുള്ള ചോദ്യമാണ് പിക്ക് ചെയ്തേക്കുന്നത്. കണ്ടോടാ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് 2 ഡിജിറ്റ്സുകളെ നോക്കി ഇവന്മാരിൽ 4 കൊണ്ട് പറ്റുന്നവന്മാർ ആരൊക്കെയെന്ന് നോക്കി 4 കൊണ്ട് ഒരാളെ പറ്റത്തുള്ളൂ. അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി 8 കൊണ്ട് പറ്റുന്ന ആളും ആര് തന്നെ ആയിരിക്കണം? ഇവൻ തന്നെ ആയിരിക്കണം എന്ന് ഉറപ്പിച്ചു. ഓക്കെ ആണോ? പിന്നെ ചെയ്തു നോക്കണം? വേണ്ട, അതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ മതി. ഐഡിയ കിട്ടിയേ? അടുത്ത ചോദ്യം നോക്കാം മക്കളെ. ഫൈൻഡ് ദ നമ്പർ ഓഫ് 2 digit നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ ബോത്ത് 2 and 4. മക്കളെ, ചോദ്യം ഒന്ന് ശരിക്കും വായിച്ചേ. ദ നമ്പർ ഓഫ് 2 digit നമ്പേഴ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് ഏത് നമ്പറിനെ താഴെ തന്നിരിക്കുന്നത് കൊണ്ട് താഴെ തന്നിരിക്കുന്ന ആരെ കൊണ്ട് 2ഉം 4ഉം പറ്റുമെന്നല്ല അവർ ചോദിക്കുന്നത്. മറിച്ച് 2 digit നമ്പറുകളാകുന്ന ആളുകളിൽ എത്ര പേരെ 2ഉം 4ഉം കൊണ്ടും പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2 digit നമ്പറുകൾ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 2 digit നമ്പറുകൾ എന്ന് പറഞ്ഞാൽ 10 തുടങ്ങി എവിടെ വരെ വരും? 99 വരെയുള്ള നമ്പറുകളാണ് 2 digit നമ്പേഴ്സ്. ശരിയല്ലേ? ഈ നമ്പറുകളുടെ കൂട്ടത്തിൽ 2ഉം 4ഉം കൊണ്ട് പറ്റുന്ന എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നല്ല, 1-2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു ഫോർമുല മനസ്സിലാക്കാം. അല്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു പോകാം? ഒരു ചെറിയ ട്രിക്ക് അല്ലാതെ തന്നെ നമുക്ക് എണ്ണി എടുക്കാവുന്ന ഒരു രീതിയുണ്ട്. ആ എണ്ണി എടുക്കാവുന്ന രീതിയും ഫോർമുലയും പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കി, ഇവിടെ ബോത്ത് ആൻഡ് 2 പേരെ കൊണ്ടും ഒരുപോലെ പറ്റുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപ്ലി ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം മക്കളെ? ഇവിടെ സിംപ്ലി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. ഇവിടെ LCM കണ്ടുപിടിക്കാനുള്ള വഴികളൊന്നും ഞാൻ ഇതുവരെ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഈ വഴികളൊന്നും പറഞ്ഞു തന്നില്ലെങ്കിലും സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ പറയാം. അപ്പോൾ എന്താണ് എന്ന് നോക്കേ. ഇവിടെ നോക്കേടാ, 4 ഉണ്ട്, 2 ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും? കൂട്ടത്തിലെ വലുതാരാ? 4. ആ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. 4 എന്ന് പറയുന്ന ആളിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. റിമൈൻഡർ 0 വരുമോ? വരും എന്നാണെങ്കിൽ ആ വലിയ സംഖ്യ ആരാണോ അതായിരിക്കും അവിടുത്തെ LCM, ദാറ്റ് ഈസ് 4. ഓക്കെ ആണോ? 2ഉം 4ഉം. അപ്പൊ അവിടുത്തെ LCM എത്ര? 4 വരുന്നത്. ഓക്കെ ആണോടാ? അവിടെ LCM എത്ര വരുന്നത്? 4. ഇനി ഞാൻ പറയണം, ഈ പറയുന്ന 10നും 99നും ഇടയിൽ 4 കൊണ്ട് പറ്റുന്ന എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിച്ചാലും മതി. ഓക്കെ ആണോ? എന്താ വെറുതെ 2 കൊണ്ട് പറ്റുന്ന 4 കൊണ്ട് പറ്റുന്ന ഒരേപോലെ പറ്റുന്ന ആളുകൾ ആരെന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം 4 കൊണ്ട് പറ്റുന്ന ആളുകൾ ആരൊക്കെ ഉണ്ട് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതാരൊക്കെയാ? ഇനി നമുക്ക് എണ്ണി എടുക്കുന്ന ആദ്യം കാണിച്ചു തരാം. എടാ, 4 കൊണ്ട് പറ്റുന്ന ആൾ ആദ്യം ആരാ വരുന്നത്? 12. ശരിയാണോ? 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് വരും മക്കളെ? 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണി എടുക്കാനാവുമ്പോൾ കുറേ വരുമല്ലോ. 12 കഴിഞ്ഞാൽ 16 വരും. അല്ലേ? വേണ്ട, നമുക്ക് 4ന്റെ പട്ടിക ചൊല്ലി നോക്കുമ്പോൾ 4 ഗുണം 10 എന്ന് പറയുന്നത് 40 ഉണ്ട്. അതിനകത്ത് നമുക്ക് 4ഉം 8ഉം മാറ്റി നിർത്താം. ബാലൻസ് അപ്പൊ എത്ര പേര് വരുന്നുണ്ട്? 4, 8 മാറ്റി നിർത്തുമ്പോൾ 10നകത്ത് ബാലൻസ് 8 പേരുണ്ട് പ്ലസ്. ശരി, ഇനി എന്തുണ്ട്? 40 കഴിഞ്ഞാൽ ഒരു 10 എണ്ണം പിന്നെയുണ്ട്, അപ്പോഴേ 80 വരത്തുള്ളൂ. കണ്ടോ? അത് കഴിഞ്ഞാൽ ഇനി എവിടോട്ട് പോകും? 80 കഴിഞ്ഞാൽ 84, 88, 92, 96. മൊത്തം അപ്പൊ എത്രയായി? 4. ഓക്കെ ആണ്? അപ്പൊ പറഞ്ഞു
അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ 96 കഴിഞ്ഞാൽ പിന്നെ 100, അപ്പോൾ 3 ഡിജിറ്റ്. ഇനി വേണ്ട, 10 8 18 4 എത്ര വരും ഇവിടെ? 22. ഇതാണ് ആൻസർ. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ സിംപ്ലി പറഞ്ഞു എങ്ങനെ എണ്ണി എടുക്കാമെന്നാ പറഞ്ഞേ. അവിടെ നമ്മൾ ആലോചിക്കണം 4 ഗുണം 1ഉം 4 ഗുണം 2ഉം പരിഗണിക്കേണ്ട കാര്യം എന്താ? ഇത് രണ്ടും 1 ഡിജിറ്റ് നമ്പറുകളാണ്. ഇത് 4, ഇത് 8. ഇത് കഴിഞ്ഞാണ് 2 ഡിജിറ്റ് നമ്പറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 12, 16, 20 എന്നിങ്ങനെയുള്ള. അപ്പൊ നമുക്കറിയാം 4 ഗുണം എത്രയാ? 10 എന്ന് പറഞ്ഞാൽ 40. അപ്പൊ എത്ര നമ്പറുകളെ അവിടെ പരിഗണിച്ചു? എത്ര എണ്ണ നമ്പറുകളുണ്ട്? 10 നമ്പറുകളുണ്ട്. അതിൽ നിന്ന് ഈ പറയുന്ന 4ഉം 8ഉം എന്ത് ചെയ്യണം? വരുന്ന കണ്ടീഷനുകൾ നമുക്ക് കുറയ്ക്കണം. അപ്പോൾ എത്ര എണ്ണം കണ്ടീഷനുകളുണ്ട്? 2 എണ്ണം. അപ്പോൾ 10ൽ നിന്ന് 2 എണ്ണം മുമ്പ് എത്ര വരും മക്കളെ? 8 വരും. ഇനി അവിടെ 40 കഴിഞ്ഞ 80 വരെ എത്തുമ്പോൾ പിന്നെയും എത്ര എണ്ണം പരിഗണിച്ചു? 10 നമ്പറുകൾ പിന്നെയും വരും അവിടെ. അപ്പോൾ താണ്ടേ ഗുണം എന്ത് ചെയ്തു? 4 ഗുണം 20 എന്നുള്ളത് 80 വരെ എത്തി. അപ്പോൾ എത്രയായി? മൊത്തം 10 കിട്ടും. 18 നമ്പറുകളായി 80 എത്തുമ്പോൾ വരെ. ഓക്കെ ആണോ? 80 വരെ എത്തുമ്പോൾ. ഇനി അത് കഴിഞ്ഞാൽ 96 എത്തുന്നത് വരെ എത്ര നമ്പറുകൾ? 99 വേണമെങ്കിൽ പറഞ്ഞു. 99 എത്തുന്നത് വരെ എത്ര നമ്പറുകൾ പിന്നീടുണ്ട്? 4 നമ്പറുകൾ. മൊത്തം എത്ര നമ്പർ അപ്പായി? 22. മക്കളെ ചിലപ്പോൾ 2 ഡിജിറ്റ് നമ്പറുകളായി എന്ന കാരണം കൊണ്ട് നമുക്കിത് എണ്ണി എടുക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഇതിനേക്കാൾ വലിയതായ ഒരു റേഞ്ചിലുള്ള കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്കിത് പറ്റൂല. നമുക്കിങ്ങനെ എണ്ണി എടുക്കാൻ പറ്റൂല, സമയം പോകും. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ട്രിക്ക് പറഞ്ഞു തരാം. ട്രിക്ക് എന്താണെന്ന് നോക്കിക്കോണേ. ഇവിടെ ചെയ്യേണ്ടതായ കാര്യം ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ചോദ്യം പ്രകാരം വരുന്ന ലാസ്റ്റ് നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനൊരു നമ്പർ, പ്രത്യേകമായിട്ടുള്ള ഒരു നമ്പർ വെച്ചിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് പഠിക്കാം. LCM വെച്ചിട്ടുള്ള കാര്യം പഠിക്കാം. നമ്പർ വെച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് തന്നിട്ടുള്ളതായ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് നമ്പർ. മനസ്സിലായില്ല എങ്കിൽ എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞു തരാവേ. ഇപ്പോൾ ഇതൊന്ന് കേൾക്കേ. എൻ്റെ കയ്യിലിരിക്കുന്നതായ ആ നമ്പർ കൊണ്ട്, ഇപ്പൊ 2 ആണ് എടുക്കുന്നതെങ്കിൽ 2 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലാസ്റ്റ് ആകുന്ന 2 ഡിജിറ്റ് നമ്പർ ആര്? അത് ഇവിടെ എഴുതണം. മൈനസ്. ഇനി എന്ത് ചെയ്യണം? ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ നമ്പർ ആരാണ്? 2 ഡിജിറ്റ് നമ്പറിലെ ഏറ്റവും ആദ്യം വരുന്ന ആളാരാണ്? അവനെ എഴുതുക. ഡിവൈഡഡ് ബൈ ഞാൻ എന്ത് ചെയ്യണം? ആ നമ്പർ അങ്ങ് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു 1 കൂട്ടുക ഇതിൻ്റെ കൂടെ. ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഓക്കെ ആണ്? എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാ. ഇനി ഒരു പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് LCM ആകുന്ന വിലയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ നമ്പർ എന്ന് പറയുന്ന ആളെ ഇവിടെ എഴുതുന്നതിന് പകരം LCM-നെ എടുത്ത് എഴുതിയാൽ മതി. സെയിം ഫോർമുല. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാം. എങ്ങനെയാ മക്കളെ? ചോദ്യത്തിനകത്ത് ബോത്ത് ആൻഡ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ കൺഫേം ചെയ്തേക്കണം LCM വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഇവിടെ LCM എന്ന് പറയുന്നത് ഇവിടെ 4 വരുന്നത് എങ്കിൽ ഇനി കാര്യം നോക്കിക്കോണേ. നമുക്കറിയാം 10ൽ തുടങ്ങി 99 വരെയുമാണ് 2 ഡിജിറ്റ് ഉള്ളത്. ഓക്കെ ആണോ? ഇവിടെ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ആരാ? 99 ആണോ? അല്ല, 96. അറിയാവോ എങ്ങനെയാടാ? എണ്ണി നോക്ക്. 80, 84, 88, 92, 96 കഴിഞ്ഞാൽ 100. അല്ലെ 100ൽ നിന്ന് 4 പുറകെ പോകുന്ന നമ്പർ ഏതാ? 96. സോ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ ആരാ മക്കളെ? 96. ഇനി ആദ്യത്തെ നമ്പർ ആരാ മക്കളെ? ഫസ്റ്റ് നമ്പർ ആരാടാ? ഫസ്റ്റ് നമ്പർ അത് 10 കഴിഞ്ഞ് അപ്പോൾ 12 ഡിവൈഡഡ് ബൈ LCM ആകുന്ന വാല്യൂ എത്രയാ മക്കളെ? LCM എന്ന് പറയുന്ന വില എത്രയാ? അവിടെ 2ന്റെയും 4ന്റെയും അത് 4. ആ 4 ഞാൻ എഴുതി, പ്ലസ് 1 കൊടുത്തു. ഇനി ഒന്ന് കൂട്ടി നോക്കേടാ, ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേടാ. 96ൽ നിന്ന് 12 പുറകെ പോയ 84 ഡിവൈഡഡ് ബൈ താഴെ LCM ആകുന്ന 4 പ്ലസ് 1. എൻ്റെ ആൻസർ എത്ര വരും മക്കളെ? 21 പ്ലസ് 1 ഇറ്റ്സ് ഈക്വൽ ടു 22. കണ്ടോ? ഈ ആൻസർ തന്നെ വരും അവിടെ. കണ്ടോ? ഫോർമുല എന്താ? ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ അല്ലെങ്കിൽ LCM. ഓക്കെ ആണോ? LCM ആണെങ്കിൽ LCM ഇട്ട് ചെയ്യുക. നമ്പർ ഏതെങ്കിലും ഒരാളാണെങ്കിൽ ആ നമ്പർ ഇട്ട് ചെയ്യുക. ഓക്കെ ആണോ? ഇതാണ് ഫോർമുല. എങ്കിൽ ഇതിനെ അഡ്വാൻസ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു കണ്ടീഷൻ, അവിടെ ആൻഡിന് പകരം ഇവിടെ ഓർ വരുന്ന കണ്ടീഷൻ. ഓക്കെ ആണോ? ഇവിടെ ഡിവിസിബിൾ ബൈ 2 or 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടീഷൻ നോക്കെ. ദ ടോട്ടൽ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. ദ ടോട്ടൽ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 ഡിജിറ്റുകളാകുന്ന നമ്പറുകൾ എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ട് തുടങ്ങും മക്കളെ? 100 തൊട്ട് 999 വരെ. അത്രയും ഉള്ള 3 ഡിജിറ്റ് നമ്പറുകളിൽ 2 കൊണ്ട് പറ്റുന്ന നമ്പറുകൾ എത്ര പേര്? 5 കൊണ്ട് പറ്റുന്ന നമ്പറുകൾ എത്ര പേര് എന്നാ ചോദിക്കുന്നത്. ഓക്കെ ആണോ? 2ഉം 5ഉം കൊണ്ട് ഒരേപോലെ പറ്റുന്ന നമ്പറുകൾ എത്ര എണ്ണമെന്നല്ല ചോദിക്കുന്നത്. 2 കൊണ്ട് പറ്റുന്ന എത്ര പേര്, 5 കൊണ്ട് പറ്റുന്ന എത്ര പേര്, എങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ മൊത്തം എത്ര പേരുണ്ട് എന്നാ അവർ ഉദ്ദേശിക്കുന്നത്. ഓർ എന്ന് പറഞ്ഞാൽ അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്ന കണ്ടീഷനുകളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ ആദ്യമേ കണ്ടുപിടിക്കണം നമ്മുടെ ഫോർമുല വെച്ച്.
പ്ലസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ കണ്ടുപിടിക്കണം നമ്മുടെ ഫോർമുല വെച്ച്, മൈനസ് LCM വെച്ച് കണ്ടുപിടിക്കുന്ന എത്ര നമ്പറുകളുണ്ടോ അതിനെ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് കുറയ്ക്കണം. അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകില്ല. അതാ ഇപ്പോൾ പറഞ്ഞുതരാം മക്കളെ. നമ്മൾ പറയുക 2 ഗുണം, ഇപ്പോൾ ഞാൻ പറയുക 100ന് ശേഷം വരുന്ന 2 ഡിജിറ്റ് നമ്പറുകൾ 102 3 ഡിജിറ്റ് നമ്പറുകൾ 106 108 ഇങ്ങനെ പോവുക, ശരിയാണോ? 110 ഇങ്ങനെ പോവുക. ഇനി ഇതാ നോക്കിക്കോണേ, ഞാനിവിടെ എഴുതുക 100ന് മുകളിലേക്ക് 5 കൊണ്ട് പറ്റുന്ന 105 110 115 120. കണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. 2 കൊണ്ട് പറ്റുന്ന ആളുകളെ ഞാൻ ആദ്യമേ കൂട്ടിയെടുക്കുമ്പോൾ അതിനകത്തും 110 ഉണ്ട്. ഇവിടെയും 110 എടുത്തു. ഇവിടെ 2 കൊണ്ട് പറ്റുന്ന കൂട്ടത്തിൽ 120 ഉണ്ടാകും, അതേ 120 ഇവിടെയും ഉണ്ടാകും. അതായത് കോമൺ ആയി വരുന്ന നമ്പറുകൾ ഞാൻ എണ്ണം എടുക്കുമ്പോൾ 2 കൊണ്ട് പറ്റുന്നതായ ആളുകളുടെ കൂട്ടത്തിൽ 5 കൊണ്ട് പറ്റുന്ന ആളുകളും കൂടി കയറി വരും. അപ്പൊ ഞാൻ സം എടുക്കുമ്പോൾ ഈ 2 പേരെയും കൂടെ കൂട്ടുമ്പോൾ ഇവിടെ എന്തോ പറ്റും മക്കളെ, 2 പേരെയും കൂടെ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ 110 120 എന്ന് പറയുന്ന നമ്പറുകൾ എന്ന് പറയുന്നവന്മാര് എന്ത് ചെയ്യും, എണ്ണം ഡബിൾ ആക്കി കാണിക്കും അവന്മാരുടെ. ആ എണ്ണം ഞാൻ അവിടെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, LCMനെ എടുത്ത് അവിടെ അങ്ങ് കുറച്ചാൽ മതി. ഇതാണ് ഐഡിയ. ഓക്കെ ആണോ? ഇനി നമ്മുടെ ഫോർമുല വെച്ച് ടപ്പേന്ന് അപ്ലൈ ചെയ്യാം. അതാ നോക്കിക്കോടാ, നമ്മൾ പറഞ്ഞു 3 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 100ഉം അതുപോലെ എവിടെ വരെ 999. കാര്യങ്ങൾ എളുപ്പം കഴിയും. ഇത് ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ച ചോദ്യമാണ്. NTPC ഉറപ്പായിട്ടും ഇതേപോലുള്ള ചോദ്യങ്ങൾ വരും. കാര്യം എന്താ, നമ്മൾ റീസെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത്. അവിടെ 2 കൊണ്ട് പറ്റുന്ന ആളുകളെ എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? 2 കൊണ്ട് പറ്റുന്ന ആളുകൾ, 2 കൊണ്ട് പറ്റുന്ന ഏറ്റവും ലാസ്റ്റ് നമ്പർ 998 മൈനസ് അവിടെ എത്ര ഉണ്ട് മക്കളെ, 100 അല്ലേ? 100 അല്ലേ ഫസ്റ്റ് നമ്പർ, 3 ഡിജിറ്റ് നമ്പർ 2 കൊണ്ട് പറ്റുന്ന 100 അല്ലേ ഏറ്റവും ആദ്യം, ഡിവൈഡഡ് ബൈ നമ്പർ ഏതാ, 2 നമ്മൾ പറഞ്ഞു ബൈ ഡിവൈഡഡ് ബൈ ഒന്നുകിൽ LCM അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചാണ് നമ്പർ എഴുതിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം, +1 എത്ര വരും മക്കളെ, 998. അപ്പൊ 898 വരും. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 449 + 1 ആൻസർ എത്ര മക്കളെ വരുന്നത്, 450 വരും. ശരിയാണോ? ഇതുപോലെ നമുക്ക് ആരെ ചെയ്യണം, 5 കൊണ്ട് പറ്റുന്ന നമ്പറുകളെ നോക്കണം. 995 5 കൊണ്ട് പറ്റുന്ന നമ്പർ 995 അല്ലേ വരുന്നത്, മൈനസ് ആദ്യത്തെ നമ്പർ ഏത് തന്നെ, 100 എന്തായാലും 5 കൊണ്ട് പറ്റുമല്ലോ, ഡിവൈഡഡ് ബൈ നമ്പർ ഏതാ, 5 കൊണ്ടുള്ള കാര്യമാണ് നോക്കുന്നത്, പ്ലസ് എന്ത് വരും ഇവിടെ, 1. ഇനി 995 100 കുറയ്ക്കുമ്പോൾ എത്ര വരും ഇവിടെ, 895 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ശരിയാണോ? ഇനി നമ്മുടെ ഇവിടുത്തെ ആൻസർ എത്ര വരിക, അതിന്റെ കൂടെ 1 കൂടെ കൂട്ടണം. എത്ര വരും, 1 ബാലൻസ് 39 വരും. അപ്പൊ 7 179ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 180 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. എത്ര വരും ഇവിടെ, 180. ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ കൂട്ടുന്നു എന്നാണെങ്കിൽ ഉറപ്പായിട്ടും 400 500 8 5 13 600ന് മുകളിൽ പോകുന്നുണ്ട്. ഇനി എന്തായാലും 10 കൊണ്ട് പറ്റുന്ന എത്ര ആളുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് കുറയ്ക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്തായാലും നേരെ ഇവിടേക്കേ വരത്തുള്ളൂ. കാര്യം എന്താ, അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു നമ്പർ മാത്രമേ ഇവിടെ നമുക്ക് കാണാനുള്ളൂ, ബാക്കി എല്ലാം കൊച്ചു കൊച്ചു നമ്പറുകളാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് ആൻസർ മാർക്ക് ചെയ്ത് പോവാം. നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾക്ക് ആക്യുറേറ്റ് ആൻസർ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, LCM കൂടെ എടുത്തു മക്കളെ. LCM ഈ കണ്ടീഷൻ നമ്മൾ പഠിച്ച ടൈപ്സ് ഓഫ് നമ്പേഴ്സുകൾ നോക്കുമ്പോൾ ഇവന്മാരാരാടാ, 2ഉം 5ഉം 2 പേരും പ്രൈം നമ്പറുകളാണ്. പ്രൈം നമ്പറുകളുടെ LCM എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? പ്രൈം നമ്പറുകളാകുന്ന 2 പേരുടെ LCM എങ്ങനെ, ഒന്നുമില്ല, 2 പേരെ മൾട്ടിപ്ലൈ, 5 × 2 എത്ര വരും, 5 × 2 10. 2 പ്രൈം നമ്പറുകളുടെ LCM എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ജസ്റ്റ് മൾട്ടിപ്ലൈ ദ 2 numbers so that we will be getting 5 × 2 that is 10. ഓക്കെ ആണോ? ഇനി പറ എന്താ എഴുതണ്ടേ, ലാസ്റ്റ് നമ്പർ 10 കൊണ്ട് പറ്റുന്ന ലാസ്റ്റ് നമ്പർ എത്ര, നമ്മുടെ ഫോർമുല 990 മൈനസ് ഇവിടെ എത്ര വരും, ഇവിടെ 100 ഡിവൈഡഡ് ബൈ എത്ര വരും, ഇവിടെ താഴെ 10. എത്ര കൂട്ടണം, ഇവിടെ 1 കൂട്ടണം. അപ്പൊ 890 10 കൊണ്ട് വെട്ടുമ്പോൾ 89 1 എത്ര വരും മക്കളെ, 90. മക്കളെ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ. ഞാൻ ആ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടി ഇത് കുറയ്ക്കണം. എത്ര വരും ഇവിടെ, 450 180 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും, 630. അതിൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം മക്കളെ, 90 കുറയ്ക്കണം. നമ്മുടെ ആൻസർ എവിടെ തന്നെ വരും, ഇവിടെ 540. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഐഡിയ കിട്ടിയോ? ഈ ഒരു ഫോർമുല പഠിച്ചോ. ഡിവിസിബിലിറ്റിക്കകത്ത് വേണ്ടുന്നതായ ഒരു ഫോർമുല എന്ന വണ്ണം ഇവ മാത്രമേ ഉള്ളൂ. ഇതും നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ മെത്തേഡ് ഇല്ലെങ്കിലും ഇതിന്റെ ആൻസർ കിട്ടും, പക്ഷെ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഈ ഒരു ഐഡിയ ഒന്ന് മൈൻഡിലേക്ക് വെച്ചേക്കുക കേട്ടോ. അടുത്ത ചോദ്യം ഒന്ന് നോക്കേ. ഇവിടെ ബോത്ത് ആൻഡ് എന്നാ തന്നേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്, ബോത്ത് 2 കൊണ്ടും ഒരുപോലെ പറ്റുന്നത് കണ്ടോ, 3 കൊണ്ടും പറ്റണം 4 കൊണ്ടും പറ്റണം. ഇനി അങ്ങനെ ചോദിക്കുക, എത്ര 1നും 150ക്കും ഇടയിൽ ഹൗ മെനി നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 150 ആർ ഡിവിസിബിൾ ബൈ 4 and 3. കണ്ടോ, ബോത്ത് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കണം, എന്ത് ചെയ്താൽ മതി, ആൻഡ് ആണ് കിടക്കുന്നെങ്കിൽ ഇവന്മാരുടെ LCM വെച്ചുള്ള കാര്യമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവന്മാര് 2 പേരും ആരാ, കോ പ്രൈമുകളാ. പ്രൈമുകളാണോ? അല്ല, ഇവൻ പ്രൈം അല്ലല്ലോ, 4 പ്രൈം അല്ലല്ലോ, ഇതൊരു
കോമ്പോസിറ്റ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൈമും താണ്ടേ ഒരു പ്രൈം 3 ഒരു വേറെ എന്താ കോമ്പോസിറ്റ് ആയിട്ടുള്ള നമ്പർ. ഇവന്മാരുടെ പ്രത്യേകത എന്താ? 1 ആണ് അവിടെ കോമൺ ആയി വരുന്ന ഒരു ഫാക്ടർ. അതുകൊണ്ട് ഇവന്മാർ കോപ്രൈം ആണെങ്കിലും എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്ത് ചെയ്താൽ മതി? കോപ്രൈം ആണെങ്കിൽ LCM കണ്ടുപിടിക്കാൻ 2 നമ്പറുകളെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 3 എത്ര? അപ്പോൾ 12. ഇനി നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യണം. ഫോർമുല എന്താ? 12 കൊണ്ട് പറ്റുന്ന ലാസ്റ്റ് നമ്പർ 150 താഴെ ആര്? 12ന്റെ ടേബിള് സ്ക്വയർ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ 144 ആണെന്ന് നമുക്കറിയാം ലാസ്റ്റ് നമ്പർ. അത് കഴിഞ്ഞാൽ പിന്നെ 166 ഉള്ളൂ, ശരിയല്ലേ? അപ്പൊ 144 ലാസ്റ്റ് നമ്പർ. ഫസ്റ്റ് നമ്പർ ആരാ മക്കളെ? ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് 12 തന്നെയല്ലേ വരത്തുള്ളൂടാ. ഡിവൈഡഡ് ബൈ LCM അവിടെ 12 എന്നല്ലേ തന്നേക്കുന്നത്. അവിടെ LCM മാത്രം വെച്ച് കാൽക്കുലേഷൻ നടത്തിയാൽ മതി. താഴെ LCM നമ്പറുകൾ വെച്ചുകൊണ്ടെങ്കിൽ ഓരോ നമ്പറിനെയും വെച്ച് എഴുതണം. ഇനി ഇവിടെ ആരെയും കൂടി ഇട്ടാൽ മതി, +1. എടാ 144 എന്ന് 12 പുറകിലേക്ക് പോയാൽ എത്ര വരും? 132 ഡിവൈഡഡ് ബൈ 12 +1 എത്ര വരും? 132/12 11 +1. അപ്പൊ ആൻസർ എത്ര വരും മക്കളെ? 12. ആൻസർ ഇസ് 12. ഐഡിയ കിട്ടിയോ? ആൻസർ എത്ര വരും ഇവിടെ? 12. ആൻസർ എത്ര വരും ഇവിടെ? 12. ഡൗട്ടുകളുണ്ടോ? ആൻസർ ഇസ് 12. ഡൗട്ടുകളൊന്നുമില്ലാതെ എത്തിപ്പെടാൻ പറ്റി. കണ്ടോ മക്കളെ, ഇതും ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാര്യം എന്താ? വളരെ റീസെന്റ് ആയി നടന്ന പരീക്ഷയിൽ നമ്മൾ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തത്. NTPCയിലും ഇത് ആവർത്തിക്കും. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഡിവിസിബിലിറ്റിയിലെ പ്രോബ്ലങ്ങളാണ്. ഓക്കെ ആണോ? ദാണ്ട് ഇനി നമ്മൾ അടുത്തൊരു ചോദ്യം നോക്കാൻ പോവാ. അടുത്ത ചോദ്യം എന്താ? ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 8, 12, 28, 36. മക്കളെ, ഈ പറയുന്ന 8 കൊണ്ടും 12 കൊണ്ടും 28 കൊണ്ടും 36 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, റിമൈൻഡർ 0 ആകുന്ന ഒരു നമ്പർ ഈ കൂട്ടത്തിലുണ്ട്. ആ നമ്പർ ഏറ്റവും ചെറുത് ആര് എന്നാ ചോദിക്കുന്നത്. മക്കളെ, സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ ഇത്രയും നമ്പർ. ഈ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാ? ഇത് LCMന്റെ ഡെഫിനിഷനാണ്. കണ്ടോടാ, ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ. കണ്ടോ, ഓരോ ടോപ്പിക്കിലൂടെയും കടന്നു പോകുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിനെ എല്ലാം പരിചയപ്പെടുത്തിയാണ് നമ്മൾ ഓരോ ലെവലും എന്ത് ചെയ്യുന്നത്? കയറി പോകുന്നത്. അപ്പോൾ അടുത്തടുത്ത് വരുന്ന ടോപ്പിക്കുകൾ കുറച്ചുകൂടി എളുപ്പമാവും പഠിക്കാൻ. അപ്പോൾ ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു എന്തിനെ? LCMനെ. സോ ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 8, 12, 28, 36. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? തനിത്തനിയായിട്ട് 8 കൊണ്ട് പറ്റുന്ന ആരുണ്ട് ഈ കൂട്ടത്തിൽ? 12 കൊണ്ട് പറ്റുന്ന ആരുണ്ട് ഈ കൂട്ടത്തിൽ? 28 കൊണ്ട് പറ്റുന്ന ആളുകൾ ആരുണ്ട് ഈ കൂട്ടത്തിൽ? 36 കൊണ്ട് പറ്റുന്ന ആളുകൾ ആരുണ്ട് ഈ കൂട്ടത്തിൽ? ഇങ്ങനെ തനിത്തനിയായിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അതൊരിത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇവനെ എളുപ്പമാക്കാൻ വേണ്ടി LCM ആണല്ലോ അവിടെ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? LCM കണ്ടുപിടിക്കാനാണല്ലോ ചോദ്യം പറയുന്നത്. ആരുടെയൊക്കെ? 8, 12, 28, 36. ഇവന്റെ LCM കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു മെത്തേഡ് പരിചയപ്പെടുത്തി തരാം ഫോർ ഫൈൻഡിങ് LCM. എന്താണെന്നറിയാം? സ്ലാഷ് മെത്തേഡ് എന്ന് പറയും. എന്ത് മെത്തേഡാണ് മക്കളെ? സ്ലാഷ് മെത്തേഡ്. LCM കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ക്ലിയർ കട്ട് ആൻഡ് വെരി എന്താണ് ടൈം കൺസേർവ് ചെയ്യാൻ പറ്റുന്ന, മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്ലാഷ് മെത്തേഡ്. എന്താണെന്ന് പറഞ്ഞുതരാം. എന്താ കേട്ടോണേ. 8, 12, 28, 36. ഞാൻ ഈ നമ്പറുകളെല്ലാം ഞാൻ അതേപോലെ അങ്ങ് എഴുതി വെച്ചു. ഞാൻ ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഇവിടെ എത്ര നമ്പറുകളുണ്ട്? 4 നമ്പറുകളുണ്ട്. ഈ 4 നമ്പറുകളിലും ഒരുപോലെ ഡിവൈഡ് ചെയ്യപ്പെടാൻ സാധ്യതയായിട്ടുള്ള 2 മുതൽ നമ്മൾ പഠിച്ച 19 വരെയുള്ള കണ്ടീഷനും നോക്കിക്കോ. ഇത്രയേ ചോദിക്കത്തുള്ളൂ, അതിന് മുകളിലോട്ട് എന്തായാലും പോകില്ല. നമുക്കറിയാവുന്ന 2 മുതൽ മിക്കവാറും 10 വരെ, അതിന് മുകളിലോട്ട് എന്തായാലും പോകില്ല. 2 മുതൽ ഈ പറയുന്ന നമ്മൾ പഠിച്ച 19 വരെയുള്ള ഏതൊക്കെ നമ്പറുകളെ ഉപയോഗിച്ചാൽ ഇവന്മാർ 4 പേരും ഒരുപോലെ ചെറുതാകും എന്നാ ചോദിക്കുന്നത്. 4 പേരിലും വർക്കാകണം. എടാ 8 ഒരു ഈവന, 12 ഒരു ഈവന, 28 ഒരു ഈവന, 36 ഒരു ഈവന, കൊച്ചു സംഖ്യകളിൽ നിന്ന് തുടങ്ങിപ്പോയാലും മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവന്മാരെ എല്ലാവരെയും 2 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 2 എന്നെഴുതി. എത്ര എന്നെഴുതി? 2. അല്ല, നിങ്ങൾക്ക് നോക്കുമ്പോൾ തോന്നുകയാണ് ഇത് എല്ലായിടും 4ന്റെ വാല്യൂസ് അല്ലേ ഈ കിടക്കുന്നത്. അതെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ടും വെട്ടി ചെറുതാക്കാം, ഒരു കുഴപ്പമില്ല. 4 കൊണ്ട് വെട്ടടാ. ഈ 4 അവിടെ എഴുതി വെക്കുക, എന്നിട്ട് 4 കൊണ്ട് വെട്ടുക. 4 കൊണ്ട് വെട്ടുമ്പോൾ എത്ര വരും? 2. 4 കൊണ്ട് വെട്ട എത്ര വരും മക്കളെ? 3. 4 കൊണ്ട് വെട്ടടാ, ഇത് എത്ര വരും? 7 ആണോ? ഇത് 4 കൊണ്ട് വെട്ടടാ, എത്ര വരും മക്കളെ? 9. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? 4 പേരെയും ഒരുപോലെ ഇനി ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് വെട്ടുവാൻ സാധിക്കുമോ എന്ന് നോക്കുക. ഇത് 2, 3. ഇത് 2ഉം പ്രൈമുകളായി മാറി. ഇനി പ്രത്യേകിച്ച് ഇവന്മാർക്കിടയിൽ കോമൺ ഒന്നുമില്ല. 7ഉം പ്രൈമാ, 9 പ്രൈം അല്ല. പക്ഷേ ഇവിടെ എന്താ? ഇനി കോമൺ ആയിട്ട് വെട്ടിയെടുക്കാനെന്നുള്ള രീതിയിൽ ഒരു കാര്യവും ഇവിടെ ഇല്ല.
പക്ഷേ 4 പേരെ പറ്റിയില്ലെങ്കിലും 2 പേരെയോ അല്ല വേണ്ട 4 പേരല്ലേ, 4-ന് തൊട്ട് താഴെയുള്ള നമ്പർ 3 അല്ലേ, 4 പേരെയും പറ്റിയില്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല. 3 പേരെ പറ്റുമോ നോക്കേ. 2 3 7 എടുത്തു, വെട്ടാൻ പറ്റുമോ? ഇല്ല. 2 3 9 എടുത്തു. 3 പേരെയും ഒരുപോലെ വെട്ടണേ. 3 9 ചിലപ്പം വെട്ടാൻ പറ്റുമായിരിക്കും. 3 പേരെയും കൂടെ എടുക്കുമ്പോഴോ 2 3 9-നും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ശ്രമവും ഉപേക്ഷിക്കാം. കാര്യം എന്താ, 3 പേരെ വെച്ചെടുത്താലും വെട്ടി ചെറുതാക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, 2 പേരെ എടുത്ത് വെട്ടി ചെറുതാക്കാൻ പറ്റുമോ നോക്കുക. 2 പേരെ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ദാണ്ട് ഈ 3 9 കൊണ്ട് എത്ര കൊണ്ട് പറ്റും? 3 കൊണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഗുണം 3 ഇട്ട് വെക്കണം. എന്നിട്ട് 3 കൊണ്ട് വെട്ടണം. ഇവിടെ എത്ര വരും? 1. ഇതെത്ര വരും മക്കളെ? 3. ഓക്കെ ആണോ? ഇനി നമ്മൾ നോക്കണം, 2 ഇവിടെ 1 വന്നാൽ പരിഗണിക്കേണ്ടതാ. 7 ഉണ്ട്, 3 ഉണ്ട്. ഇവന്മാർ 3 പേരും പ്രൈമുകളോ അല്ലെങ്കിൽ കോപ്രൈമുകളോ ആകുന്ന കണ്ടീഷനുകളിലായി മാറിയോ? ഇപ്പോൾ എല്ലാവരും ഇവനെന്താ അല്ല തനിത്തനിയായിട്ട് നോക്ക്. തനിത്തനിയായിട്ട് നോക്കുമ്പോൾ എല്ലാവരും പ്രൈം ആകണമെന്നാണ് പറയുക. 2 7 3 ഇവന്മാർ പ്രൈമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി താഴോട്ട് പോകാൻ പറ്റൂല. അപ്പം ഈ ബാക്കി വന്ന നമ്പറുകളെ അങ്ങോട്ട് എഴുതി ഗുണിച്ചു വെക്കുക. ഇവിടെ ആരാളുള്ള? 2 7 3. താണ്ട് എഴുതിക്കോ, 2 7 3. ഇനി ഇവിടെ നമ്മൾ ഉത്തരത്തിനകത്തേക്ക് എത്തണം. ഇങ്ങനെ ഗുണിച്ചു വെച്ചു. ഒരു ഷോർട്ട് ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത് മക്കളെ. ഇത് സമയമെടുക്കുന്ന പ്രോസസ്സ് അല്ല, നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും സമയം എടുത്തത്. ഇനി ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണേ. ഇവിടെ ഞാൻ നോക്കും, യൂണിറ്റ് ഡിജിറ്റ് 4. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 8. ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് 2. ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് 6. എന്താ പ്രത്യേകത? 4 യൂണിറ്റ് ഡിജിറ്റുകളുള്ള ഉത്തരവാണ്. എൻ്റെ ഉത്തരം ഇത് ഇത്രയും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ്. അതായത് ഞാനിപ്പോൾ എന്താ ചെയ്തേ, ഞാനിപ്പോൾ ചെയ്തത് ഇങ്ങനെ നമ്പറുകളെ ബാക്കിയാകുന്നതിനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞേ? LCM കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ HCF ആരാന്നൊരു ചോദ്യം ഉണ്ടാവും മക്കളെ. ഈ നമ്പറുകളെ എഴുതാതെ നിങ്ങളുടെ കയ്യിൽ എന്തിരിപ്പുണ്ട്? ഈ നമ്പറുകളെ എഴുതാതെ നിങ്ങളുടെ കയ്യിൽ ആരിരിപ്പുണ്ട്? അത് HCF ആണ്. നിങ്ങൾ അന്നേരം ചിന്തിക്കും മക്കളെ, അതല്ല കേട്ടോ. ഇവിടുത്തെ HCF എന്ന് പറയുന്നത് 4 ആണ്. അതായത് 4 പേരെയും ഒരുപോലെ വെട്ടിച്ചെറുതാക്കാൻ ഉപയോഗിച്ചവൻ ആരാണോ അവനെയാണ് HCF എന്ന് വിളിക്കുന്നത്. ഈ കണ്ടീഷനിൽ HCF 4. HCF കൊണ്ട് നമ്മൾ നിർത്തുന്നില്ല. 4 പേര് കഴിഞ്ഞ് 3 പേരെ വെട്ടാൻ പറ്റുന്നവന്മാരെയും 2 പേരെ വെട്ടാൻ പറ്റുന്നവന്മാരെ നോക്കിയാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സിംപ്ലി ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മൾ എന്താ ചെയ്തേ? ആദ്യം ആ നമ്പറുകളെല്ലാം അതേപോലെ എഴുതി. 8 36, പിന്നെ ആരാള്ള 12, പിന്നെ ആരാള്ള 28. 4 പേരെയും ഒരുപോലെ വെട്ടാൻ പറ്റുന്ന ഒരു സംഖ്യ എന്ന നിലയിൽ നമ്മൾ എന്തെടുത്തു? 4 എടുത്തു. ആ 4 അവിടെ എഴുതി. 4 കൊണ്ട് വെട്ടുമ്പോൾ ഇത് 2, ഇതെത്ര വരും? 9, ഇതെത്ര വരും? 3, ഇതെത്ര വരും? 7. ഇനി നമുക്ക് 3 പേരല്ല 4 പേരുണ്ടായതുകൊണ്ട് 4 പേരെയും ഒരുപോലെ വെട്ടാൻ ഇനി വേറൊരാളുണ്ടോ? ഇല്ല എന്നാണെങ്കിൽ ഇവനാണ് HCF എന്നങ്ങ് പറഞ്ഞേക്കാം. 4 ആണ് അവിടുത്തെ HCF. നമുക്ക് വേണ്ടത് LCM ആണെങ്കിൽ നമ്മൾ അവിടെ നിർത്തരുത്. എങ്ങനെ ചെയ്യണം? ഇനിയും കണ്ടിന്യൂ ചെയ്തു പോകണം. എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം? 4 പേരെയും ഇനി വെട്ടി ചെറുതാക്കാൻ പറ്റില്ല എങ്കിൽ 3 പേരെ പറ്റുമോ നോക്ക്. പറ്റില്ല എങ്കിൽ മാത്രം 2 പേരെ എടുക്കാനും 2 പേരെ വെട്ടി ചെറുതാക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ നോക്കിയപ്പോൾ 3 9 എന്ത് ചെയ്യുന്നുണ്ട്? വെട്ടാൻ പറ്റുന്നുണ്ട്. 3 വെച്ച് വെട്ടാം. ആ 3 താണ്ട് അവിടെ എഴുതി. ആ 3 അവിടെ എഴുതി. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 3. ഇങ്ങനെ വെട്ടിച്ചെറുതായി വന്നപ്പോൾ പ്രൈം നമ്പറുകളാകുന്ന ആളുകളിലാണ് മൊത്തമായി വന്ന് അവസാനിച്ചത്. 2 3 7. ഇത് ഇത്രയും പ്രൈമാണ്. ഇവന്മാരെ ഇതേപോലെ എഴുതി അങ്ങ് ഗുണിച്ചു വെക്കുക. അപ്പോൾ എൻ്റെ എന്ത് കിട്ടും? ഇത് മൊത്തം കൂടിയാണ് പരിഗണിക്കുന്നതെങ്കിൽ എൻ്റെ LCM ആയി. ശരിയാണോ? ചോദ്യത്തിൻ്റെ ഉത്തരം അവർ പറയുന്നത് LCM എന്താണെന്നല്ലേ. LCMന് ഓപ്ഷനുകൾ നോക്കുമ്പോൾ 4 യൂണിറ്റ് ഡിജിറ്റുകളാണ് വരുന്നത്. ഒന്നുമില്ല, യൂണിറ്റ് ഡിജിറ്റ് കാൽക്കുലേഷൻ ഞാനിവിടെ യൂസ് ചെയ്താൽ മതി. 4 ഗുണം 3 എത്ര വരും? 12. 12ൻ്റെ 2 പരിഗണിക്കുക. 2 ഗുണം 2 എത്ര വരും? 4. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ എത്തുമ്പോൾ എൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 4 ആയി. ആ 4നെ 7 കൊണ്ട് ഗുണിച്ചാൽ എൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും? 4നെ 7 കൊണ്ട് ഗുണിച്ചാൽ 7 ഗുണം 4 എത്ര? 28. 28ൻ്റെ 2 വേണ്ട, 8 എന്ന് പറയുന്ന യൂണിറ്റ് ഡിജിറ്റ് വരുമെന്ന് മനസ്സിലായി. 8 കഴിഞ്ഞാൽ 8 ഗുണം 3. 8 ഗുണം 3 എത്ര? 24. 24ൻ്റെ 4 വേണ്ടത്. അതായത് എൻ്റെ ഉത്തരം 4 അവസാനിക്കുന്ന ഒരാളായിരിക്കും. കണ്ടോടാ, 4 ഗുണം 3 12ൻ്റെ 2 ഗുണം 2 ആയപ്പോൾ 4. 7 4 28ൻ്റെ 8. 8 ഗുണം 3ൻ്റെ 24ൻ്റെ 4. എൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? 4 ആയിരിക്കും. 4 അവസാനിക്കുന്ന ഒരു ഉത്തരവേ ഉള്ളൂ, ഓപ്ഷൻ എ. അതുകൊണ്ട് ഇതാ ആൻസർ. ചുമ്മാ ഗുണിച്ച് സമയം കളയണ്ട. ഐഡിയ കിട്ടി. അടുത്ത ചോദ്യം. അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? ദ 6 ഡിജിറ്റ് നമ്പർ 473XY5 is divisible by 125. How many such 6 digit numbers are there എന്നാണ് ചോദിക്കുന്നത്. ഒന്നുമില്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പറയുന്ന 4 7 3 X Y 5 എന്ന് പറയുന്നതായ നമ്പറിനെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എങ്കിൽ
അങ്ങനെയുള്ള എത്ര 6 ഡിജിറ്റ് നമ്പറുകൾ, ഈ തന്നിരിക്കുന്നത് ഒരു 6 ഡിജിറ്റ് നമ്പർ അല്ലേ, എത്ര അങ്ങനത്തെ 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാമെന്നാണ് ചോദിക്കുന്നത്. നമുക്കുള്ള നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാം. എന്താണെന്നറിയോ, 125 എന്ന് പറയുന്ന ആളിൻ്റെ ഡിവിസിബിലിറ്റി കണ്ടുപിടിക്കുന്നതിന് ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് അറിയണമെങ്കിൽ ചുമ്മാ 125ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി നോക്കിയാൽ മതി. 125, അത് കഴിഞ്ഞാൽ 250, അത് കഴിഞ്ഞാൽ എത്ര വരും, 375, 375 കഴിഞ്ഞാൽ 500, 500 കഴിഞ്ഞാൽ 625, അത് കഴിഞ്ഞാൽ വരുന്ന അടുത്ത നമ്പർ 750, അത് കഴിഞ്ഞാൽ 875, അത് കഴിഞ്ഞാൽ വരുന്നത് 1000. കണ്ടോ, 125. ഇത് കഴിഞ്ഞാൽ ഇനി വരുന്ന ആരാ, 1000 കഴിഞ്ഞാൽ 1125. അതിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എന്താ, 125. അത് കഴിഞ്ഞാൽ വരുന്ന അടുത്ത നമ്പർ 1250. അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ 250. അതിൻ്റെ അർത്ഥം എന്താ, ബേസിക്കലി ഇത്രയേ ഉള്ളൂ. 125ൻ്റെ മൾട്ടിപ്പിൾ ആകുന്ന ആളുകൾ അവസാനിക്കുന്നത് 125ലോ 250ലോ 375ലോ 500ലോ 625ലോ 750ലോ 875ലോ 1000ലോ ആണ്. ഇതിപ്പോൾ 4 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് ഇതിനെ പരിഗണിക്കേണ്ട. ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് 3 ഡിജിറ്റ്സുകൾ എന്തുമാകാമെന്നപ്പോൾ പറയാം, സീറോകളാകാം എന്നും പറയും. ഓക്കെ ആണോ? ഇനി ഈ ഒരു കണ്ടീഷൻ പ്രകാരം ഈ ചോദ്യത്തിനെ ഒന്ന് സമീപിച്ചേ. താണ്ട് ഈ ചോദ്യത്തിനകത്ത് അവർ പറയുന്നത് ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് X, Y, 5. അവിടെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയെന്നാണ് തന്നിരിക്കുന്നത്, 5. 5 വരുന്നതായ കണ്ടീഷനുകൾ എവിടെയൊക്കെ ഉണ്ടോ അതിനെ മാത്രം പരിഗണിച്ചാൽ മതി, ബാക്കിയൊന്നും വേണ്ട. ലാസ്റ്റ് 0യിൽ എൻഡ് ചെയ്യുന്നത് വേണ്ട, 0യിൽ എൻഡ് ചെയ്യുന്നത് വേണ്ട, 0യിൽ എൻഡ് ചെയ്യുന്നത് വേണ്ട, 0യിലാണ് എൻഡ് ചെയ്യുന്നത് വേണ്ട. ഇനി ഈ പറയുന്ന കണ്ടീഷൻ പ്രകാരം ആരവിടെ വരാം, 1, 2, 3, 4, ഈ 4 കണ്ടീഷനുകൾ അവിടെയുണ്ട്. സോ നമ്മുടെ ആൻസർ എന്ത് വരും, ആൻസർ ഇസ് 4. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ. അതായത് എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, 125ലോ 250ലോ 375ലോ 500ലോ 625ലോ 750ലോ 875ലോ, അല്ലെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 0യിലോ ആയിരിക്കും. 125ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് എൻഡ് ചെയ്യുന്നത്. അവിടെ 5ൽ അവസാനിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട് എന്നാണ് ഈ ചോദ്യം പ്രകാരം കണ്ടുപിടിക്കാൻ ഇൻഡയറക്റ്റ്ലി അവർ പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയുള്ള 4 കണ്ടീഷനുണ്ട്. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. 125 വളരെ കോമൺ ആയിട്ട് NTPCക്കല്ല, ലെവൽ 3-ലല്ല, RRBയുടെ ഏതൊക്കെ പരീക്ഷ ഉണ്ടോ JEE ലെവൽ വരെയും വരുന്ന ഭാഗമാണ് 125മായി ബന്ധപ്പെടുന്ന ഈ ചോദ്യങ്ങളൊക്കെ. നോക്കി വെച്ചേക്കട്ടെ കേട്ടോ. അടുത്ത ചോദ്യം നോക്കടാ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇസ് ഡിവിസിബിൾ കംപ്ലീറ്റ്ലി ബൈ ബോത്ത് 9 and 11? അപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് നമുക്ക് നോക്കണം. ഒരേപോലെ 9 കൊണ്ടും പറ്റണം, ഒരേപോലെ അതേ 9 കൊണ്ട് പറ്റുന്ന അതേ നമ്പറിൽ 11 കൊണ്ടും പറ്റണം. ശരിയല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവിസിബിലിറ്റി ആദ്യം 9 നോക്കാം, അത് കഴിഞ്ഞിട്ട് 11-നകത്തോട്ട് പോകാം. 5 4 9 3 12 2 14 1 15. സം ഓഫ് ഡിജിറ്റ്സ് 15 1 8 1 9 2 11 11 7 18 7 25 2 എത്ര വരും ഇവിടെ, 27 വന്നു. ഇനി അടുത്ത 8 1 9 9 9 18 27 1 28 8 36 വന്നു. ഇനി 8 1 9 9 9 എത്ര വന്നു മക്കളെ, 18. സം ഓഫ് ഡിജിറ്റ്സ് നോക്കുമ്പോൾ 15 എന്ന് പറയുന്ന ആളിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് 9ൻ്റെ ഡിവിസിബിലിറ്റി പ്രകാരം ഇവൻ വരില്ല എന്ന് പറയും. പക്ഷേ ബാക്കി 3 വരെ പറ്റും. അതിനർത്ഥം എന്താ, നമ്മളിവിടെ 11ൻ്റെ ഡിവിസിബിലിറ്റി കൂടി പരിഗണിച്ചാലേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനകത്തേക്ക് വരത്തുള്ളൂ. ഞാനിവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡിവിസിബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് എല്ലാ മേഖലയിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കുണ്ട്, ഡിജിറ്റ് സമ്മ് മെത്തേഡ് എന്ന് പറയും. ഈ മെത്തേഡ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിൽ ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനകത്തേക്ക് എത്താൻ പോകുന്നത് കേട്ടോ. ഡിജിറ്റ് സമ്മ് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി സ്പീഡ് കിട്ടും. ഡിജിറ്റ് സമ്മ് ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് എഴുതി വെച്ചേക്കുക. ഡിജിറ്റ് സമ്മ് പഠിച്ചിട്ട് ഒന്നുകൂടി ഇതിനെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. സമയം പിന്നെയും ഒരു 4-5 സെക്കൻഡ് കുറയ്ക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, ചെയ്ത് കിട്ടുന്ന സമയം. ഇത് ലെവൽ 3-ൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമ്മൾ 9 എന്ന് പറയുന്നതിൻ്റെ ഡിവിസിബിലിറ്റി നോക്കിയപ്പോൾ ഇത് വരില്ല എന്ന് മനസ്സിലായി. ഇനി ഈ 3 പേരിൽ 11ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ ഇനി വേണ്ട, 9 കൊണ്ട് പറ്റാത്ത സ്ഥിതിക്ക് ഇനി ഇവനെ എടുക്കണോ? എന്തായാലും ഇവൻ 11 കൊണ്ട് പറ്റിയാലും എന്തായില്ല, പരിഗണിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. കാര്യം 9 കൊണ്ട് പറ്റൂല, 2 കൊണ്ട് പറ്റുന്ന ആളിനെയല്ലേ വേണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 11ൻ്റെ ഡിവിസിബിലിറ്റി നോക്കാം. 11ൻ്റെ ഡിവിസിബിലിറ്റി എടുക്കുമ്പോൾ അതാണ്ട് 7 2 9 1 10 കണ്ടോ, 10 വന്നു. ഇനി ഇവിടെ എന്താ ഉള്ള, 7 2 9 8 9 എത്ര വരും, 17. 17 - 10 എന്ന് പറഞ്ഞാൽ എത്ര വരും മക്കളെ, 7. ഡിഫറൻസ് ഓഫ് ഓൾട്ടർനേറ്റ് സമ്മ് 7 വന്നേ. 11 കൊണ്ട് പറ്റുമോ? ഇല്ല. താണ്ടേ 1 2 9 2 11 8 9 17 8 7 25 എന്ന് വരും. 25 - 11 ആൻസർ എത്ര വരും ഇവിടെ, 11 14 അല്ലേടാ 25. ഇത് 11-നകത്ത് വരുമോ? ഇല്ല. പിന്നെ ചെയ്യണ്ട, ഇത് തന്നെ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ പിടികിട്ടിയോ? അപ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു, ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഇത്രയും ചോദ്യങ്ങൾ മാത്രമല്ല ഈ ഒരു മേഖലയിലുള്ളത്. എന്നിരുന്നാലും
ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്തൊക്കെ അറിയണമോ അതെല്ലാം കൂടെ ചേർത്ത് നമുക്കിവിടെ നിന്ന് എങ്ങനെയാണ് ആ ഒരു ട്രെൻഡ് എന്ന് മനസ്സിലാക്കാനുള്ളതായ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. ഇനി നമുക്ക് ഒരു PWFൻ്റെ സെഷൻ ഉണ്ട് എന്ന് വെച്ച് നിങ്ങൾ വിചാരിക്കരുത് ഇവൻ ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു, ഇവനെ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചു, അങ്ങനെ വിചാരിക്കരുത്. ഇനിയും ഉണ്ടാകും സെഷനുകൾ. നമുക്ക് കൂടുതലായത് നമ്മുടെ കോഴ്സ് കറക്റ്റായിട്ടൊന്ന് ട്രാക്കിലാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്നേന്ന് കയറി വരുന്ന സമയത്ത് നമുക്ക് ഇവനെ പഠിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് PWF ആയിട്ട് കാണാം. എന്താണ് സാധനം എന്ന് അറിയണ്ടേ? വെയിറ്റ് ചെയ്തിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ബൈ.